السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد. ഹനഫി മദ്ഹബ് അറിവിൻ്റെ ആകൃതി എന്ന വിഷയത്തിൽ ഹനഫി മദ്ഹബിനെ കുറിച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ലോ. നമുക്കറിയാം, ലോകത്ത് അള്ളാഹു സ്വീകരിക്കുന്ന പരിശുദ്ധമായ ദീൻ ഇസ്ലാം, അതിൻ്റെ മൂലപ്രമാണമായ ഖുർആൻ, ലോകത്ത് മനുഷ്യനെ പ്രമേയമാക്കുന്ന ഏക വേദഗ്രന്ഥം എന്ന നിലക്ക് ലോകാവസാനം വരുന്ന എല്ലാ വിഷയങ്ങളും സകലമാന സമസ്യകൾക്കുള്ള പരിഹാരവും എല്ലാം ഖുർആനിൽ അടങ്ങിയിട്ടുണ്ട്. ആ ഖുർആനിൻ്റെ പ്രായോഗികമായ വിശദീകരണമാണ് ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 വർഷത്തെ ജീവിതം അഥവാ സുന്നത്ത്. ഖുർആനും സുന്നത്തും അവലംബിച്ച് ജീവിച്ചാൽ ലോകാവസാനം വരെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം അതിലുണ്ട്. എന്നാൽ ആ പരിഹാരം രണ്ട് വിധത്തിലാണ്. ഒന്ന് വ്യക്തമായി പരാമർശിക്കപ്പെട്ടതാണ്, ഖുർആനിലും സുന്നത്തിലും വ്യക്തമായി പരാമർശിക്കപ്പെട്ടതാണ്. അത് ഉൾക്കൊള്ളാൻ കഴിയുന്നവർക്കൊക്കെ ഉൾക്കൊള്ളാൻ കഴിയും. രണ്ടാമത്തേത് വ്യംഗ്യമായി പരാമർശിക്കപ്പെട്ട നിയമങ്ങളാണ്, വിധിവിലക്കുകളാണ്. അതിന് യോഗ്യതയുള്ള ആളുകൾക്ക് മാത്രമേ അത് പരിശോധിച്ച് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഇവിടെയാണ് മദ്ഹബ് എന്ന് പറയുന്ന ഒരു വിഷയത്തിന് പ്രസക്തി വരുന്നത്. ഖുർആനിലും ഹദീസിലും പരാമർശിക്കപ്പെട്ടതും എന്നാൽ വ്യക്തമായി പരാമർശിക്കപ്പെടാത്തതുമായ വിഷയത്തിൽ അഥവാ ഗവേഷണ അനിവാര്യമായ വിഷയത്തിൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവർകളും അവരുടെ അസ്ഹാബും ശിഷ്യന്മാരും ഖുർആനും ഹദീസും ഗവേഷണം ചെയ്ത് മസ്അലകൾ തഖ്രീജ് ചെയ്ത് ക്രോഡീകരിച്ച ആ ഒരു വഴി, അതിനാണ് യഥാർത്ഥത്തിൽ ഹനഫി മദ്ഹബ് എന്ന് പറയുന്നത്. ഉത്തരേന്ത്യ ഭാഗങ്ങളിലൊന്നും ഹനഫി മദ്ഹബ് എന്ന് പ്രയോഗിക്കാറില്ല. കാരണം ഉറുദുവിൽ മദ്ഹബ് എന്നൊക്കെ പറഞ്ഞാൽ മതം എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഹനഫി ഒരു മതമല്ല, യഥാർത്ഥത്തിൽ അങ്ങനെ പ്രയോഗിക്കാറില്ല. മസ്ലക്ക് എന്നാണ് അവിടെയൊക്കെ പ്രയോഗിക്കൽ. അങ്ങനെ തന്നെയല്ലേ ഉസ്താദ്? ഉത്തരേന്ത്യ ഭാഗത്ത് കൂടുതൽ പ്രവർത്തിച്ചതുകൊണ്ട് മസ്ലക്ക് എന്നാണ് പറയൽ. മദ്ഹബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവും അവരുടെ ശിഷ്യന്മാരും സഞ്ചരിച്ച വഴിയാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഖുർആനും ഹദീസും ഗവേഷണം ചെയ്തുകൊണ്ട് ആദ്യമായി മദ്ഹബ് ക്രോഡീകരിച്ചത് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അവർകളാണ്. ഫിഖ് ക്രോഡീകരിച്ചതല്ല, മദ്ഹബ് ക്രോഡീകരിച്ചത്. ഫിഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ ഉണ്ട്. തങ്ങളുടെ കാലത്ത് തന്നെ ഫിഖ് ഉണ്ട്. ഫിഖിൻ്റെ വാദിഅ്
അള്ളാഹും റസൂലും തന്നെയാണ്. അതേ സമയത്ത് ഈ ഉമ്മത്തിൽ ആദ്യമായി ഫിഖ് പറഞ്ഞത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. നബിതങ്ങളുടെ കാലത്ത് തന്നെ 10 സ്വഹാബത്ത് ഫിഖ്ഹിൽ അഗ്രഗണ്യരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. 10 സ്വഹാബത്ത് ഹദീസ് റിവായത്ത് ചെയ്യുന്നതിനേക്കാൾ അവർ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് ഫിഖ് ഹദീസുകളിൽ നിന്ന് മസ്അല തഖ്രീജാക്കി എടുക്കാൻ ആയിരുന്നു അവർ കൂടുതൽ സമയം കണ്ടെത്തിയിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 300-ൽ പരം ഹദീസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അവർ യഥാർത്ഥത്തിൽ അവരാണ് നബിതങ്ങളോട് ഏറ്റവും കൂടുതൽ അടുപ്പുണ്ടായിരുന്നതും അവർക്കാണ് 1-ാം സ്ഥാനവും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മസ്അലകൾ തഖ്രീജ് ചെയ്യുന്ന വിഷയത്തിലായിരുന്നു അവർ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. ഇതുപോലെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവും ശിഷ്യന്മാരും ക്രോഡീകരിച്ച ഒരു കർമ്മകാണ്ഡം അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും ഒരു മുസ്ലിമായ വ്യക്തി ജനിച്ചത് മുതൽ മരണം വരെ ആ വ്യക്തിക്ക് ആവശ്യമായി വരുന്ന മതപരമായ ആരാധനാ വിഷയങ്ങളാവട്ടെ, അതുപോലെ സാമ്പത്തിക ഇടപാടുകളാവട്ടെ, വൈവാഹിക കാര്യങ്ങളാവട്ടെ, ക്രിമിനൽ വിഷയങ്ങളിലുള്ള ശിക്ഷാ നടപടികളാവട്ടെ, ഭരണക്രമങ്ങളാവട്ടെ, ഈ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ സബ്ജക്റ്റ് ക്രോഡീകരിച്ചുകൊണ്ട് ആദ്യമായി മദ്ഹബ് ക്രോഡീകരിക്കുന്നത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫനശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വനശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. മദ്ഹബ് രൂപപ്പെട്ടത് എങ്ങനെയാണെന്ന് ശ്രവിക്കുകയുണ്ടായി. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർക്കപ്പെടുന്ന ഹനഫി മദ്ഹബാണല്ലോ നമ്മുടെ ചർച്ച. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഹിജ്റ 80-ൽ ജനിച്ച മഹാത്മാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് ദീന് പഠിച്ച സ്വഹാബിയായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുമായി പലതവണ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് സുഹബത്ത് ഉണ്ടായിട്ടുണ്ട്, കണ്ടുമുട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു മഹാൻ പിൽക്കാലത്ത് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വല്ലദീ നഫ്സി ബിയദിഹി ലൗ കാന അദ്ദീനു മുഅല്ലഖൻ ബിസ്സുറയ്യ ലതനാവലഹു റജുലുൻ മിൻ ഫാരിസ. ദീന് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവിടെയാണെങ്കിലും പേർഷ്യക്കാരനായ ഒരാൾ അത് പോയിട്ട് എടുത്തു കൊണ്ടുവരും, അല്ലെങ്കിൽ അതിനെ തേടിപ്പിടിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ സമാനം വ്യത്യസ്ത പദങ്ങളിലായിട്ടോ മറ്റോ കാണാം. ഇവിടെ പേർഷ്യയിൽ അബൂ ഹനീഫ റളിയല്ലാഹുവിനെ പോലെ ദീനി പ്രചരണ മേഖലയിൽ മറ്റൊരാളെ കണ്ടെത്താനായിട്ടില്ല എന്ന് ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഹദീസിൻ്റെ സൂചന ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആണെന്ന് ബഹുമാനപ്പെട്ട ഹാഫിദ് സുയൂത്തി റളിയല്ലാഹു അൻഹു തബീലു സ്വഹീഫയിലും അവിടുത്തെ ശിഷ്യരായ മുഹമ്മദ് സാലിഹ് ഹിഷാമി റഹിമഹുല്ല അവിടുത്തെ ഉഖൂദുൽ ജുമാനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഹാനവറുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പുറമെ വേറെ ഹദീസിൽ കാണാം, തുർഫഉ സീനത്തുദ് ദുനിയ സനത 50 വ 100. ഹിജ്റ 150-ൽ ഈ ഭൗതിക ലോകത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 150-ലാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായത്. അതുകൊണ്ട് ഒരു ആലിമിൻ്റെ മരണം വലിയൊരു നഷ്ടം തന്നെയാണല്ലോ. ഇതും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൂചന എന്ന് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയം അതേ വർഷത്തിൽ തന്നെ ചില അഭിപ്രായം അനുസരിച്ച് അതേ ദിവസത്തിൽ തന്നെ മറ്റൊരു പുതിയ ഒരു സൂര്യ തേജസ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നതും മറ്റൊരു സംഭവമാണ്.
ഹനഫി മദ്ഹബ്, നേരത്തെ ഉസ്താദ് പറഞ്ഞതിലേക്ക് ഞാൻ വരികയാണ്. ഹനഫി മദ്ഹബിൻ്റെ പിറവി എന്ന് പറയുന്നത് 3 ഘട്ടങ്ങളിലാണ് ചരിത്രകാരന്മാർ അത് വിഭജിച്ച് പരാമർശിച്ചിട്ടുള്ളത്. ഹനഫി മദ്ഹബിന് 3 ഘട്ടങ്ങളിലായിട്ട് ആണ് അതിൻ്റെ ആഗോള വ്യാപകമായി അത് വളർന്നുണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം ഹനഫി മദ്ഹബ് രൂപപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ആദ്യമായി ഹനഫി മദ്ഹബ് രൂപപ്പെടുന്നത് ഹിജറ 120 നേരത്തെ ഉസ്താദ് പറഞ്ഞു ഹിജറ 80 അബൂ ഹനീഫ ഇമാം ജനിക്കുന്നത്. 120 ഹനഫി മദ്ഹബിൻ്റെ ക്രോഡീകരണം തദ്വീൻ ആരംഭിക്കുന്നത്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ജനിച്ച് ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ മനഃപ്പാടമാക്കി. അന്ന് കൂഫയിൽ അങ്ങനെയാണ്, ചെറുപ്പകാലത്ത് തന്നെ ഖുർആൻ മനഃപ്പാടമാക്കുന്ന സാഹചര്യം, സാമൂഹിക പശ്ചാത്തലവും അങ്ങനെ തന്നെയാണ്. ഖുർആൻ പഠിച്ച് വലിയ വലിയ സഹാബത്തിനെ, 7ഓളം സഹാബത്തിനെ മഹാനവറുകൾ നേരിട്ട് കണ്ടു എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. എന്തായിരുന്നാലും അവർ താബിഈയാണോ അല്ലയോ എന്നുള്ളതിൽ ഖിലാഫുണ്ട്. കാരണം സ്വഹാബിയെ കണ്ടാൽ മാത്രം പോരാ, അവരിൽ നിന്ന് റിവായത്ത് കൂടി ഉണ്ടാവണം, സുഹബത്തും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അവരെന്താവുള്ളൂ, താബിഈ ആകുള്ളൂ എന്നാണ്. അങ്ങനെ വരുമ്പോൾ അബൂ ഹനീഫ ഇമാം എന്ത് ചെയ്തിട്ടില്ല, റിവായത്ത്, സ്വഹാബത്തിൽ നിന്ന് റിവായത്ത് ഉള്ളതായിട്ട് പ്രബലമായ അഭിപ്രായമില്ല. അതേസമയത്ത് ഷാഫിഈ മദ്ഹബിലുള്ള ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖൗലനുസരിച്ച് ഒരാൾ താബിഈ ആകണമെങ്കിൽ സുഹബത്ത് വേണ്ടതില്ല, റിവായത്തും വേണ്ടതില്ല, കണ്ടാൽ തന്നെ താബിഈ ആകും എന്നുള്ളതാണ്. ആ നിലക്ക് അബൂ ഹനീഫ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അവർ താബിഈ ആണ്. രണ്ടായിരുന്നാലും അവർക്ക് വലിയൊരു ഹല്ല് നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ. അതുപോലത്തെ മറ്റൊരു ഹല്ല് അവർക്കുണ്ടായിട്ടുള്ളത് അബൂ ഹനീഫ ഇമാമുടെ ഉപ്പ സാബിത്ത് എന്നവരാണ്. നുഅ്മാൻ എന്നാണ് അബൂ ഹനീഫ ഇമാമിൻ്റെ പേര്. നുഅ്മാൻ ഇബ്നു സാബിത്ത് ഇബ്നു സൂത്ത. സൂത്ത എന്ന് പറയുന്നത് അവരുടെ വെല്ലുപ്പയാണ്, ഫാരിസാണ്, അവരുടെ പേർഷ്യക്കാരനാണ്. അതുകൊണ്ടാണ് ഈ ഹദീസിൽ പേർഷ്യക്കാരനായ റജുൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അബൂ ഹനീഫ ഇമാം പേർഷ്യയിൽ ജനിക്കപ്പെട്ട ആളല്ല, കൂഫയിലാണ് ജനിച്ചിട്ടുള്ളത്. അതേസമയത്ത് ഇവരുടെ ഉപ്പ സൂത്ത എന്നവർ പേർഷ്യയിൽ നിന്ന് കുടിയേറി വന്നവരാണ്. അവരുടെ പേര് നുഅ്മാനായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. ആ വെല്ലിപ്പാൻ്റെ പേര് തന്നെയാണ് അബൂ ഹനീഫ ഇമാമിന് വെച്ചത് എന്നുമുണ്ട്. ആ സൂത്ത എന്നവരുടെ മകൻ സാബിത്ത് എന്നവരെയും കൂട്ടിയിട്ട് അബൂ ഹനീഫ ഇമാമയുടെ വെല്ലിപ്പ നുഅ്മാൻ എന്നവർ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. അവരന്ന് കൂഫയിലായിരുന്നു. യഥാർത്ഥത്തിൽ കൂഫയിലെ ഫിഖാണ് അബൂ ഹനീഫ ഇമാമിൻ്റെ ഫിഖ്. യഥാർത്ഥത്തിൽ കൂഫയിലെ ഫിഖ് അലി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ ബസറയിലുള്ള അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മഹാന്മാർ ചർച്ചകളും പഠനങ്ങളും വൈജ്ഞാനിക വിസ്ഫോടനത്തിൻ്റെ കേന്ദ്രമായിരുന്നു യഥാർത്ഥത്തിൽ കൂഫ എന്ന് പറയുന്നത്. അപ്പോൾ ആ കൂഫയിലുള്ള ഫിഖാണ് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചിട്ടുള്ളത്. അബൂ ഹനീഫ ഇമാമിൻ്റെ ഉപ്പ സാബിത്ത് എന്നവരെയും കൂട്ടി അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വെല്ലിപ്പ കൊണ്ടുപോയപ്പോൾ തലയിൽ കൈവച്ചുകൊണ്ട് ദുആ ചെയ്തു. സന്താന പരമ്പരയ്ക്ക് ബറക്കത്തുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ആ ബറക്കത്ത് തന്നെ ആണ് സാബിത്ത് എന്നവരുടെ മകൻ അബൂ ഹനീഫ ഇമാം ഇത്രയും വലിയൊരു ദർജയിലേക്ക് വന്നിട്ടുള്ളത്. അവർ 120 അവർ 20ാമത്തെ വയസ്സിലാണ്, അല്ലെങ്കിൽ 18 ആ ഒരു പ്രായത്തിലാണ് ഇൽമു പഠിക്കാൻ തന്നെ തുടങ്ങുന്നത്. കച്ചവട കുടുംബമാണ്. സാബിത്ത് എന്നവർ ബിസിനസ്സാണ്, തുണി ബിസിനസ്സാണ്. തുണി ബിസിനസ് കൂടെ സഹായിക്കുക എന്നുള്ളതാണ് അബൂ ഹനീഫ ഇമാമിൻ്റെ ജോലി. തുണിക്കച്ചവടം നടത്തുന്നതിലും സത്യസന്ധത മുഖമുദ്രയായിരുന്നു. ഖുർആൻ മനഃപ്പാടമുണ്ട്, അത്യാവശ്യം അറിവുമുണ്ട്. കടയിലേക്ക് വരുന്ന വഴിയിലാണ് ഇമാം ഷാബി അവറുകളെ കാണുന്നത്. ഷാബി അവറുകൾ താബിഈയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് റിവായത്തൊക്കെ ഉള്ള മഹാനാണ്.
അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ റിവായത്തുള്ള മഹാനാണ് ഇമാം ഷാബി എന്നവരെ അങ്ങാടിക്ക് പോകുന്ന വഴിയിൽ കണ്ടുമുട്ടിയപ്പോൾ ഷാബി എന്നവർ ചോദിച്ചു റളിയല്ലാഹു അൻഹു, എവിടേക്കാ പോകുന്നത്? അങ്ങാടിയിലേക്കാണ്. ഷാബി ചോദിച്ചു, നിങ്ങൾ ഇൽമു പഠിക്കാൻ പണ്ഡിതന്മാരുടെ അടുത്തേക്ക് പോകാറില്ലയോ എന്ന് ചോദിച്ചു. ആ ഒരു വാക്ക് അവരുടെ മനസ്സിൽ അത് വലിയൊരു മെഗാ മോട്ടിവേഷൻ ആയിരുന്നു. അങ്ങനെയാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇൽമു പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇൽമുൽ കലാമും ഹദീസും പഠിച്ച് ഇൽമുൽ കലാമിലൊക്കെ വലിയ വിൽപ്പത്തിയാണ് അവർ നേടിയത്. ഇൽമുൽ കലാമിൽ ബസ്രയിലാണ് അന്ന് കൂടുതൽ യുക്തിവാദികളുണ്ടായിരുന്നത്. അബൂ ഹനീഫ ഇമാമിൻ്റെ ആ ഒരു ജനന പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിനോടൊക്കെ ഒന്ന് ഉപമിക്കാൻ പറ്റും ചെറിയ രീതിയിൽ. എന്ത് വന്നാലും അതിൽ പൊളിറ്റിക്സ് കാണുന്നൊരു, എന്ത് വന്നാലും സ്വന്തം ഉമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്ന് പറഞ്ഞതുപോലെ അതിനൊക്കെ ഇത് കാണുന്നൊരു സാഹചര്യം. കൂഫ എന്ന് പറയുന്നത് അന്ന് റാഫിളി, ഖവാരിജ്, മുഅ്തസിലി തുടങ്ങി ചിന്താപ്രസ്ഥാനങ്ങളുടെ തമ്മിത്തല്ല് നടക്കുന്ന ഒരു കാലം. ഒരു വിഭാഗം സ്വഹാബത്തിനെ എതിർക്കുന്നു, വേറൊരു വിഭാഗം അലി റളിയല്ലാഹു അൻഹുവിനെ എതിരെ ശാപപ്രാർത്ഥന പള്ളിയിൽ വെച്ച് നടത്തുന്നതാരാ? മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരാ. ആർക്കെതിരെ? അലി റളിയല്ലാഹു അൻഹുവിനെതിരെ പള്ളിയിൽ വെച്ചിട്ട് ശാപപ്രാർത്ഥന. അതൊരു സുന്നത്തായ കർമ്മം പോലെ നടത്തി വന്നിരുന്ന ഒരു കാലം. സ്വഹാബത്തിനെതിരെ ശക്തമായി എതിർപ്പുണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. ഉമവിയ്യ ഭരണകൂടത്തിൽ ഖലീഫമാരിൽപ്പെട്ട ഏറ്റവും നീതിമാനായ ഭരണാധികാരി ബഹുന്നരായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, രണ്ടാം ഉമർ എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരാണ് യഥാർത്ഥത്തിൽ ആ ശാപപ്രാർത്ഥന നിർത്തലാക്കിയത്. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്ന ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇൽമുൽ കലാം കൊണ്ട് ശരിക്ക് റാഫിദിയാക്കളെയും ഖവാരിജിയാക്കളെയും മുഅ്തസിലിയാക്കളെയും ഒക്കെ അടിച്ച് നിരപ്പാക്കി. അഥവാ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇൽമുൽ കലാം എന്ന് പറഞ്ഞാൽ എപ്പിസ്റ്റമോളജി, എന്താ മലയാളത്തിൽ ജ്ഞാനശാസ്ത്രം. എപ്പിസ്റ്റമോളജി കൊണ്ടാണ് മുഴുവൻ യുക്തിവാദികളെയും അടിച്ചു നിരപ്പാക്കുന്നത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അങ്ങനെ അത്രയും കഴിവുള്ള ഇമാം അവറുകൾ പിന്നീട് ഫിഖ് പഠിക്കണമെന്നൊരാശയത്തിലേക്ക് വരികയാണ്. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഹനഫി മദ്ഹബ് രൂപപ്പെടുന്നത് ഹിജ്റ 120 പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ നായകനാവുന്ന അബൂ ഹനീഫ ഇമാമിൻ്റെ രൂപപ്പെടുന്നൊരു സാഹചര്യം കൂടി നമുക്ക് മനസ്സിലാക്കുമ്പോഴേ, അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലവും സാമൂഹിക പശ്ചാത്തലവും മനസ്സിലാക്കുമ്പോഴാണ് ഹനഫി മദ്ഹബ് രൂപപ്പെടുമ്പോൾ നമുക്ക് അതിൻ്റേതായൊരു പ്രാധാന്യം ബോധ്യപ്പെടുകയുള്ളൂ. അബൂ ഹനീഫ ഇമാമ് ഫിഖ് പഠിക്കാൻ ഒരു സ്ത്രീ വന്നിട്ട് ചോദിക്കുകയാണ്, ഒരു മസല ചോദിച്ചു. അബൂ ഹനീഫ ഇമാമിനത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല. കൂഫയിലെ പള്ളിയിൽ ഹമ്മാദ് ബിൻ അബി സുലൈമാൻ എന്ന് പറയുന്ന ബസറക്കാരനായ വലിയ പണ്ഡിതൻ എവിടെ ദർസ് നടത്തുന്നത്? കൂഫയിലാണ് ദർസ് നടത്തുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ഉസ്താദ് ഇബ്രാഹിമുൻ നഖഇയാണ്. ഇബ്രാഹിമുൻ നഖഇ എന്ന് പറയുന്ന മഹാനവറുകൾ പ്രമുഖ താബിഈ പണ്ഡിതനുമാണ്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണ്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് തങ്ങളുടെ ഇൽമിൻ്റെ മജ്ലിസിൽ ഏറ്റവും സ്ഥാനമുള്ളവരും മഹാനവറുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരുമാണ് ഈ ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൻ നഖഇ എന്നവർ. ആ ഇബ്രാഹിമുൻ നഖഇ അവരുടെ പിൻഗാമിയായി അവരുടെ വഫാത്തിന് ശേഷം ഫത്വ കൊടുക്കലും തദ്രീസുമായിട്ട് കൂഫയിലെ പള്ളിയിൽ നിയോഗിതനായതാണ് മഹാനായ ഹമ്മാദ് ബിൻ അബി സുലൈമാൻ എന്നവർ. ആ കാലത്ത് അവരെപ്പോലെയുള്ള ഒരു കഴിവുള്ള യോഗ്യതയുള്ള ഒരു പണ്ഡിതൻ വേറെ ഇല്ല. അപ്പോൾ അബൂ ഹനീഫ ഇമാമിൽ നിന്നും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുമുള്ള ഫിഖ് ശരിക്ക് പഠിച്ച് മനസ്സിലാക്കിയ ആളാണ് ഹമ്മാദ് ബിൻ അബി സുലൈമാൻ. ആ ഹമ്മാദ് ബിൻ അബി സുലൈമാൻ അടുത്തേക്ക് ഈ സ്ത്രീനെ പറഞ്ഞയക്കുകയാണ്. ഒരു കരാറ് വെച്ചു. ഈ മസ്അല ഹമ്മാദ് അവറുകളോട് ചോദിച്ചിട്ട് ഉത്തരം നിങ്ങൾ എനിക്ക് കൂടി ഒന്ന് പറഞ്ഞു തരണം, ആ സ്ത്രീനോട് പറയാം. അങ്ങനെ ആ സ്ത്രീ പോയി മസ്അല ചോദിച്ചു. ഹമ്മാദ് എന്നവർ മസ്അല പറഞ്ഞു കൊടുത്തു. ആ സ്ത്രീ അബൂ ഹനീഫ ഇമാമിനോട് ഹമ്മാദ് എന്നവർ പറഞ്ഞ മസ്അല വിശദീകരിച്ചപ്പോൾ തോന്നി, പടച്ച തമ്പുരാനെ, ഈ കാലത്ത് വേണ്ടത് ഫിഖാണ്. അങ്ങനെയാണ് ഇമാം അബൂ ഹനീഫ അവറുകൾ ഫിഖ് പഠിക്കാൻ വേണ്ടി ഹമ്മാദ് എന്നവരുടെ അടുത്തേക്ക് പോകുന്നത്.
ഇൻഷാ അല്ലാഹ് അതിൻ്റെ തുടർച്ച ഞാൻ വഴിയെ പറയാം ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആനാണ്. എന്നാൽ ഈ ഖുർആൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ മുഅ്ജിസത്ത് ഏതാണ്? ഇമാമുകൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നുൽ ആബിദീൻ അശ്ശാമി റഹിമഹുല്ല പറയുന്നു, വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആണ്. കാരണം പൊതുവെ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും അധികം അനുയായികളുള്ള മദ്ഹബ്, കോടിക്കണക്കിന് അനുയായികൾ ഇന്നുണ്ട്. അങ്ങനെ എത്രയും കോടിക്കണക്കിന് അനുയായികളുള്ള ഒരു മദ്ഹബ് അത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആണ്. ഈ മദ്ഹബ് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ ദീനാണ്. ആ ദീന് ഏറ്റവും അധികം സ്പ്രെഡാകുന്നത്, ജനങ്ങളിലേക്ക് വ്യാപിക്കുന്നത്, ജനങ്ങൾ ഏറ്റവും അധികം ആ ദീന് പിൻപറ്റുന്നത് അബൂ ഹനീഫ റളിയല്ലാഹുവിൻ്റെ വഴിയിലൂടെയാണ്. അതുകൊണ്ട് അബൂ ഹനീഫ റളിയല്ലാഹുവിനാണ് വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മുഅ്ജിസത്തെന്ന് ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം ഷാഫിഈ റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അന്നാസു ഇയാലുൻ ലി അബി ഹനീഫത്ത റളിയല്ലാഹു അൻഹു ഫിൽ ഫിഖ്ഹ്. ഫിഖ്ഹിൽ ജനങ്ങളെല്ലാവരും അബൂ ഹനീഫ ഇമാമിൻ്റെ സന്താനങ്ങളാണ്, അവരെ ആശ്രയിച്ചവരാണ്. അതുപോലെ തന്നെ മഹാനവറുകൾ ഒരാൾക്ക് അറിവുണ്ടായാൽ മാത്രം ജനങ്ങൾ പിൻപറ്റൂല. ആ മനുഷ്യൻ്റെ സൂക്ഷ്മതയും ജീവിത രീതിയും ആളുകൾ നോക്കും. ഇന്നിപ്പോൾ ഒരു വലിയ പണ്ഡിതൻ ഏത് വിഷയം ചോദിച്ചാലും അദ്ദേഹം പറഞ്ഞു കൊടുക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം വളരെ മോശമാണെങ്കിൽ, സാമ്പത്തിക ഇടപാടുകൾ മോശമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വാല്യൂ ഉണ്ടാവില്ല. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു തുല്യതയില്ലാത്ത സൂക്ഷ്മതയുടെ ഉടമയായിരുന്നു. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അൽ ഖൈറാത്തുൽ ഹിസാനിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലയുടെ നാട്ടിൽ നിന്ന് ഒരു ദിവസം ഒരു ആട് കളവ് പോയി. മഹാനവറുകൾ ഉടനെ ചെയ്തത്, ഒരാട് മാക്സിമം എത്ര വർഷം ജീവിക്കുമെന്ന് ആടിനെക്കുറിച്ച് അറിയുന്ന, ആടിനെ വളർത്തി പരിചയമുള്ള ആളുടെ അടുക്കൽ പോയി അന്വേഷിച്ചു. എന്നിട്ട് അത്രയും വർഷം, ഇപ്പോൾ ഒരു 15 വർഷമാണ് അദ്ദേഹം ഉത്തരം പറഞ്ഞതെങ്കിൽ, വർഷം എനിക്കറിയില്ല, 15 വർഷമാണെങ്കിൽ അത്രയും വർഷം മഹാനവറുകൾ ആട്ടിൻ്റെ മാംസം കഴിച്ചില്ല. തൻ്റെ തീന്മേശയിൽ എത്തിയിരിക്കുന്ന ഈ മാംസം അന്ന് നഷ്ടപ്പെട്ട ആടിൻ്റേതാവാമല്ലോ എന്നൊരു ഭയം അതെൻ്റെ ഉള്ളിലേക്ക് അറിയാതെ പോലും കടന്നു പോകരുതെന്ന സൂക്ഷ്മത. ഈ സൂക്ഷ്മത ഒരു മതവിശ്വാസിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് മതത്തിൻ്റെ ഒരു പ്രസക്തി. ഇതിലൂടെ കൂടെ മനസ്സിലാക്കാമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ആരെയും ഭയന്നിട്ടല്ല, പക്ഷേ അള്ളാഹുവിനെ മാത്രം ഭയന്നതുകൊണ്ടാണ് ഈ സൂക്ഷ്മത വന്നത്. അതിനിടക്ക് മഹാനവറുകൾക്ക് വിവരം കിട്ടി, ഒരു വീട്ടിൽ ഒരു സൽക്കാരം കഴിഞ്ഞ് കുറച്ച് ഭക്ഷണം ബാക്കിയായിട്ടുണ്ട്. ഈ ഭക്ഷണം എന്ത് ചെയ്യുമെന്ന് വീട്ടുകാർ ചർച്ച ചെയ്തപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു, വെറുതെ കളയണ്ട, അപ്പുറത്തുള്ള പുഴയിൽ കൊണ്ടുപോയി കളഞ്ഞാൽ മതി, എന്നാൽ വല്ല മത്സ്യങ്ങളും കഴിച്ചോളുമല്ലോ, വേസ്റ്റ് ആകൂല. ഈ സമയത്ത് അവരത് കൊണ്ടുപോയി പുഴയിലിട്ടു. ഈ വിവരം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോൾ മത്സ്യവുമായി ബന്ധമുള്ള ആളെ കണ്ടെത്തുകയും ഒരു മത്സ്യം മാക്സിമം ജീവിക്കുന്ന കാലഘട്ടം മനസ്സിലാക്കി അത്രയും വർഷം പിന്നീട് മത്സ്യം കഴിച്ചില്ല. എവിടെയെങ്കിലും സൽക്കാരത്തിനോ പരിപാടിക്കോ പോകുമ്പോൾ മത്സ്യം കഴിക്കൂല, തൻ്റെ വീട്ടിലേക്ക് മത്സ്യം വാങ്ങിയില്ല. കാരണം എൻ്റെ തീന്മേശയിലെത്തിയ ഈ മത്സ്യം അന്ന് പുഴയിലെറിഞ്ഞ മാംസം കഴിച്ച മത്സ്യമാവാൻ സാധ്യതയുണ്ട്. ആ പുഴയിൽ വീണ മാംസം അന്ന് കളവ് പോയ ആടിൻ്റേതാവാൻ സാധ്യതയുണ്ട്. വളരെ ഒരു കോടിയിലൊരു അംശം പോലും സാധ്യതയല്ലേ നമ്മളെ കാഴ്ചയിൽ. നമ്മുടെ ഫിഖ് അനുസരിച്ച് അങ്ങനെ സൂക്ഷ്മത പാലിക്കൽ നിർബന്ധമൊന്നുമില്ല. പക്ഷെ ആ ഒരു സൂക്ഷ്മത, അത്രയും സൂക്ഷ്മ ജീവിതം പാലിച്ചവരായിരുന്നു മഹാന്മാർ, പ്രത്യേകിച്ച് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അവരൊരിക്കലും ദീനിൽ കളങ്കം വരുത്തൂല. എന്ന് മാത്രമല്ല, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ കേട്ടതുപോലെ എല്ലാ ദിവസവും ഒരു ഖത്മ് ഖുർആൻ ഓതിയിരുന്നു. പരിശുദ്ധ റമളാനിൽ പകൽ ഒരു ഖത്തും രാത്രി ഒരു ഖത്തും പതിവായി മഹാനവറുകൾ ഓതിയിരുന്നു. കൂടാതെ മഹാനവറുകളുടെ ചരിത്രം പറയാൻ വേണ്ടി ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. നമ്മുടെ ഷാഫി മദ്ഹബിൽ തന്നെ പല ഇമാമുകൾ എഴുതിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള കിതാബാണ് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലയുടെ അൽ ഖൈറാത്തുൽ ഹിസാൻ ഫി മനാഖിബിൽ ഇമാമിൽ അഅ്ലം അബി ഹനീഫത്തിൻ നുഅ്മാൻ എന്ന കിതാബ്.
അതുപോലെ തന്നെ ഇമാം ഹാഫിദ് സുയൂത്തി റളിയല്ലാഹു അൻഹുവിൻ്റെ തബീയുൽ സ്വഹീഫ ഫി മനാഖിബി അബി ഹനീഫ എന്ന കിതാബ്, അതുപോലെ സുയൂത്തി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യരായ മുഹമ്മദ് സാലിഹ് ഷാമി റഹിമഹുല്ലയുടെ ഹിജ്റ 942 വഫാത്തായ മഹാനവറുകളുടെ ഉഖൂദുൽ ജുമാൻ ഫി മനാഖിബി അബി ഹനീഫത്തിൻ നുഅ്മാൻ എന്ന കിതാബ് എന്ന് തുടങ്ങി 23 കിതാബുകൾ നമ്മളെ ശ്രദ്ധയിൽ തന്നെ അബൂ ഹനീഫ റളിയല്ലാഹുവിനെ കുറിച്ച് മുസ്തഖില്ലായിട്ട് അവരെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രം രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ ചുരുങ്ങിയതുണ്ട്. അതിലപ്പുറം ഉണ്ടാകും, ശ്രദ്ധയപ്പെട്ടതാണ് പറയുന്നത്. കൂടാതെ ഇമാമുകളുടെ ചരിത്രം പറയുന്ന എല്ലാ കിതാബുകളും മഹാനവറുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ മഹാനവറുകളുടെ ഒരു സ്ഥാനം ഉൾക്കൊള്ളാനാണ് ഇത്തരം ചില കാര്യങ്ങൾ ഉണർത്തിയത്. ഇനി ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കേരളക്കാരായ ആൾ, അയാൾ ഷാഫി മദ്ഹബാണെന്ന് വിചാരിക്കുക. ഒരു ഷാഫി മദ്ഹബുകാരൻ എന്തിനാണ് ഹനഫി മദ്ഹബിനെ കുറിച്ച് പഠിക്കുന്നത്? അത് വേണ്ട ചിന്തിക്കുക. അതിന് വല്ല പ്രസക്തിയുണ്ടോ? പ്രസക്തിയുണ്ട്. അള്ളാഹുവിൻ്റെ ദീനാണ് ഹനഫി മദ്ഹബ് എന്ന് പറയുന്നതും വിശുദ്ധ ഖുർആനും ഹദീസും പറഞ്ഞത് തന്നെ ഹനഫി മദ്ഹബിലുള്ളൂ. ദീന് പഠിക്കുക എന്ന അർത്ഥത്തിൽ പ്രസക്തമാണ്. പിന്നെ സ്വഹാബികൾക്കിടയിൽ തന്നെ പല മസ്അലയിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഉദാഹരണങ്ങളേക്ക് കടക്കുന്നില്ല. ചിലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കാലഘട്ടത്തിൽ പരിഹരിച്ചതുണ്ട്, രണ്ടിനും അംഗീകാരം കൊടുത്തിട്ടുണ്ട്. എന്നതുപോലെ അള്ളാഹുവും റസൂലും ഇങ്ങനെ മാത്രമേ പാടുള്ളൂ എന്ന് കണിശമായി ചില വിഷയത്തിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ ചില വിഷയത്തിൽ അഗാധ പാണ്ഡിത്യമുള്ളവർക്ക് രണ്ട് രീതിയിൽ മനസ്സിലാക്കാവുന്ന രൂപത്തിൽ, രണ്ടോ മൂന്നോ രീതിയിൽ മനസ്സിലാക്കാവുന്ന രൂപത്തിൽ അള്ളാഹുവും റസൂലും പല പ്രഖ്യാപനങ്ങളും ചില പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അതിലൂടെയാണ് ഈ ഫിഖഹിലെ ചില വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വരുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാകുന്നൊരു സംഭവം പറയാം. ഒരാൾ വീണു, അയാളെ കാല് പരിക്കേറ്റു, അദ്ദേഹം ഒരു ഹോസ്പിറ്റലിലാണുള്ളത്. അദ്ദേഹത്തിന് ഒളു ചെയ്യാൻ തയമം ചെയ്യാനൊക്കെ പ്രയാസമുണ്ട്. എന്ത് ചെയ്യൂ? നമ്മളെ മദ്ഹബ് അനുസരിച്ച്, ഷാഫി മദ്ഹബിലെ പ്രബല വീക്ഷണം അനുസരിച്ച് കെട്ടുള്ള സ്ഥലം ഒഴിച്ച് ബാക്കി മുഴുവൻ സ്ഥലവും കഴുകുകയും കെട്ടുള്ള സ്ഥലം കഴുകേണ്ട സമയം എത്തുമ്പോൾ തയമം ചെയ്യുകയുമാണ് വേണ്ടത്. അവയവങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് തയമമിൻ്റെ എണ്ണവും കൂടും. എന്നാൽ ഹനഫി മദ്ഹബിൽ ചില സൗകര്യങ്ങളുണ്ട്. ഒരാളുടെ ശരീരത്തിലെ അല്ലെങ്കിൽ വുളൂഇൻ്റെ അവയവത്തിലെ ഭൂരിഭാഗം സ്ഥലത്തും വെള്ളം ഉപയോഗിക്കാൻ തടസ്സമുണ്ടെങ്കിലേ തയമം ചെയ്യേണ്ടതുള്ളൂ. ഭൂരിഭാഗം ഭാഗത്തും വേണം. അപ്പോൾ കൈമലൊരു മുറിയുണ്ടെങ്കിൽ അയാൾ തയമം ചെയ്യേണ്ടതില്ല. അവിടെ കെട്ടുണ്ട്, ആക്സിഡൻ്റായിട്ട് കൈമൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, ഇടത്തെ കൈ മുറിഞ്ഞിട്ട്. അദ്ദേഹത്തിന് തയമം ആവശ്യമില്ല. അദ്ദേഹം വുളൂഇൻ്റെ ഭാഗങ്ങളൊക്കെ കഴുകി ഈ കെട്ടിൻ്റെ മേലെ കൂടെ ജസ്റ്റ് ഒന്ന് വെള്ളം കൂടി തടവിയാൽ മതി. അദ്ദേഹത്തിന് തയമം ആവശ്യമില്ല. ഇനി ഭൂരിഭാഗം ഭാഗത്ത് വലിയൊരു ആക്സിഡൻ്റ് ആയിട്ട് ശരീരം ഫുള്ള് അവിടെയും ഇവിടെയൊക്കെ ഫുള്ള് കെട്ടിയിട്ടുണ്ട്, ഭൂരിഭാഗം ഭാഗത്തും വെള്ളം നനച്ചുവിടാം, ഫുള്ള് സ്ക്രാച്ച് ആയിട്ട് നനക്കാൻ പറ്റൂല എങ്കിൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് അവിടെ ചെയ്യേണ്ട രീതികളുണ്ട്. ഇപ്പം അതിലേക്ക് കിടക്കുന്നില്ല. ഹനഫി മദ്ഹബിൻ്റെ പ്രസക്തിയാണ് പറയുന്നത്. ഹനഫി മദ്ഹബിൽ അവിടെ അദ്ദേഹം തയമ്മും ചെയ്താൽ മതി. ബാക്കി ശരീരത്തിൻ്റെ നനക്കാൻ പറ്റുന്ന ഭാഗം പോലും നനക്കേണ്ട ആവശ്യമില്ല. തയമ്മത്തിൻ്റെ ചില നിബന്ധനകളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ചിലർ പറയാൻ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ആ ബോഗിമേൽ ഇങ്ങനെ ട്രെയിനിൻ്റെ സീറ്റുമേൽ അടിച്ചിട്ടൊക്കെ തയമ്മം ചെയ്യുമെന്ന്. അത് വിഷയം പഠിക്കാതെ ചെയ്യുന്ന ചില പരിപാടികളാണ്. അങ്ങനെ പറ്റൂലല്ലോ. തയമ്മം ചെയ്യാൻ ഹനഫി മദ്ഹബിൽ നിബന്ധന ഉണ്ട്. ഷാഫി മദ്ഹബുകാരൻ അങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഒളു എടുക്കാൻ പറ്റുമെങ്കിൽ ഒളു എടുക്കണം, ഒളു എടുക്കാൻ പറ്റില്ലെങ്കിൽ മണ്ണുണ്ടോ നോക്കണം. അതിനും സൗകര്യം ഇല്ലെങ്കിൽ ഒളുവും തയമ്മും ഇല്ലാതെ സൂപ്പറായി നിസ്കരിക്കുക. ഫാഖിദ് തുഹൂറൈൻ ഏരിയയ്ക്ക് നിസ്കരിക്കാൻ പറ്റും. ഈ പരിപാടിയൊന്നും ആവശ്യമില്ല, കലാപരിപാടി ആവശ്യമില്ല. അതേ സമയത്ത് ഹനഫി മദ്ഹബിൽ ഫൈബർ സാധനത്തിൻ്റെ മേലെയോ ഇരുമ്പിൻ്റെ മേലെയോ ചെമ്പിൻ്റെ മേലെയോ മരത്തിൻ്റെ മേലെയൊന്നും അതിൻ്റെ മേലെ പൊടി വാറിയിട്ട് മണ്ണില്ലെങ്കിൽ അടിക്കാൻ പറ്റില്ല. അതേ സമയത്ത് സാധാ ചെങ്കല്ലിൻ്റെ മേലെ അടിക്കാം, അല്ലെങ്കിൽ പാറൻ്റെ മേലെ അടിച്ച് തയമ്മം ചെയ്യാം. അതിന് നിബന്ധനകളുണ്ട്. അതായത് കത്തിച്ച് കഴിഞ്ഞാൽ ചാരമാകുന്ന വെണ്ണീരാകുന്ന മരം പോലത്തെ വസ്തുക്കൾ പറ്റൂല. അതുപോലെ ചൂടാക്കിയാൽ നീണ്ടു വരുന്ന അല്ലെങ്കിൽ അതിങ്ങനെ ആ ഒരു ഫ്ലെക്സിബിളായ അവസ്ഥ ഉണ്ടാകുന്ന ഇരുമ്പ് ചെമ്പ് പോലത്തെ വസ്തുക്കളും പറ്റൂല. അതല്ലാത്ത ഭൂമിയുടെ ഭാഗമായിട്ടുള്ള കല്ല്, മണ്ണ്, പാറ പോലുള്ള വസ്തുക്കളിൽ ആണ് അടിക്കാൻ പറ്റുക.
അപ്പോൾ ഇത് മനസ്സിലാക്കാതെ പലരും അതിൽ ചെയ്യാറുണ്ട്. അതേപോലെ ഹനഫി മദ്ഹബിനെ പറ്റി പറയുന്നതാണ്, ഔറത്ത് തൊട്ടാൽ ഒന്നും മുറിയില്ല, ഔറത്ത് കണ്ടാൽ ഒന്നും മുറിയും എന്നൊരു ഒരു തെറ്റായ ധാരണ ഉണ്ട്. അങ്ങനെ ഹനഫി മദ്ഹബിലില്ല. ഇതൊക്കെ ഹനഫി മദ്ഹബ് പഠിക്കാതെ വരുന്ന ചില പുറമേ നിന്നുള്ള സംഭവങ്ങളാണ്. തൊട്ടാൽ ഒന്നും മുറിയില്ല എന്നുള്ളതൊക്കെ, കണ്ടാൽ ഒന്നും മുറിയുക എന്നത് ഹനഫി മദ്ഹബിലില്ല. ഇതിപ്പോൾ ഒരു പ്രസക്തി പറഞ്ഞതാണ്. അതേപോലെ തന്നെ തുഹ്ഫയിലും ഫതുഹുൽ മുഈനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇമാം സർക്കശി റളിയല്ലാഹു അൻഹു തൊട്ട് സർക്കശി ഇമാം അവിടുത്തെ ഖാദിമുർ റൗളയിൽ പറഞ്ഞ ഒരു മസല, ഒരു സംഭവം. ഒരാൾക്ക് ഭയങ്കര വസ്വാസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇളവുള്ള വല്ല വകുപ്പുണ്ടെങ്കിൽ അതെടുത്തിട്ട് ജീവിക്കലാണ് നല്ലത് എന്ന് പല ഇമാമുകളും പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അയാൾ വസ്വാസ് കൂടിപ്പോവും. അപ്പോൾ വളുഇൻ്റെയോ കുളിയുടെയോ നെയ്യത്തിൽ കൺഫ്യൂഷനുള്ള ആളാണെങ്കിൽ അയാൾക്ക് ഹനഫി മദ്ഹബ് അനുധാവനം ചെയ്യാവുന്നതാണ്. നിയ്യത്ത് വളുഇൽ നിർബന്ധമില്ല, അത് ഇബാദത്തിൻ്റെ വസീലയാണ്. അതുകൊണ്ട് വളുഇൽ അതേപോലെ ഫർള് കുളിയിൽ നിയ്യത്ത് നിർബന്ധമില്ല. പിന്നെ വളുഇൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. തല നാലിലൊന്നെങ്കിലും തടവണം, അങ്ങനെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. വളു മുറിയുന്ന ചില കാര്യങ്ങൾ ഷാഫി മദ്ഹബിൽ ഇല്ലാത്തതുകൊണ്ട് അത് പഠിക്കണം. ഇപ്പം അത് പറയുന്നൊരു വേദിയല്ല. അതേപോലെ തന്നെ കുളി, വായിൽ വെള്ളം കൊപ്പളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്ക് നിർബന്ധമാണ്. അതുകൂടെ പാലിച്ചു കഴിഞ്ഞാൽ ഫർള് കുളിയിൽ നിയ്യത്ത് ആവശ്യമില്ല. അപ്പോൾ സിമ്പിളായിട്ട് കുളിക്കാൻ പറ്റും. ഇങ്ങനെ പല സൗകര്യങ്ങളുണ്ട്. അതേപോലെ ഇപ്പോൾ കഫം കൊണ്ട് പ്രയാസപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, പലർക്കും റമളാൻ മാസത്തിലുള്ള പ്രശ്നമാണ് കഫം വല്ലാണ്ട് ഇറങ്ങി വരുന്നത്, അത് വിഴുങ്ങിയ നോമ്പ് നഷ്ടപ്പെടും. ഹനഫി മദ്ഹബിൽ കഫം വിഴുങ്ങിയാൽ നോമ്പ് നഷ്ടപ്പെടില്ല. പക്ഷേ ഹനഫി മദ്ഹബിലുള്ള ചില നിബന്ധനകൾ പഠിക്കേണ്ടതുണ്ട്. ആ നിബന്ധനകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ ഈ വിഷയത്തിലേക്ക് പ്രചോദനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഹനഫി മദ്ഹബ് പഠിക്കുന്നത് എപ്പോഴും പ്രസക്തമാണ്. നമ്മൾ ജീവിതത്തിൽ എടുത്തിട്ടില്ലെങ്കിലും മേൽപ്പറഞ്ഞ പ്രയാസമുള്ള ഒരാൾ വന്നിട്ട് എനിക്ക് നോമ്പെടുക്കാൻ കഴിയുന്നില്ല, വളരെ പ്രയാസമുണ്ട്, ഞാൻ എന്ത് ചെയ്യും, പള്ളിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കാൻ പറ്റൂലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് അതിൻ്റെ രീതി ഉണർത്തി കൊടുക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ഉസ്താദ് പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. പണ്ട് കാലത്ത് കേരളം മാത്രമായിരുന്നു നമ്മുടെ പ്രവർത്തന മണ്ഡലം. കേരളത്തിൽ ഒറ്റപ്പെട്ട തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങൾ, അതുപോലെ ഒറ്റപ്പെട്ട ഹനഫി പള്ളികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ അഖിലേന്ത്യാ തലത്തിലേക്ക് നമ്മുടെ കർമ്മപഥം വ്യാപിച്ചതോടുകൂടി ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഹനഫി മദ്ഹബ് പിന്തുടരുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷവും. ഷഫി മദ്ഹബുണ്ട്, ഹംബലി മദ്ഹബ് സൗദി ആ ഭാഗങ്ങളിലാണുള്ളത്. ലോകത്ത് 2.5% ജനസംഖ്യയിൽ, മുസ്ലിം ജനസംഖ്യയിൽ ലോകത്ത് 250 കോടി മുസ്ലിങ്ങളിൽ, 2.5 ബില്യൺ മുസ്ലിങ്ങളിൽ 85% പാരമ്പര്യ സുന്നി മുസ്ലിങ്ങളാണ്, അഥവാ മദ്ഹബ് അംഗീകരിക്കുന്ന മുസ്ലിങ്ങളാണ്. അവരിൽ തന്നെ പകുതിയിൽ അധികവും ഹനഫി മദ്ഹബ് ഫോളോ ചെയ്തവരാണ് എന്ന് ചരിത്രം വളരെ കറക്റ്റായിട്ട് നമുക്കത് ഉറുദുവിൽ തന്നെ ഫഖാഹത്തെ ഇമാം അബു ഹനീഫ എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ശതമാനം വെച്ച് പറയുന്നുണ്ട്. ഷാഫി മദ്ഹബ് ഇത്ര ശതമാനം, മാലിക് മദ്ഹബ് ഇത്ര ശതമാനം വെച്ച് തന്നെ അതിൽ പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഉദ്ധരണികളിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വരുന്നത്, നമ്മൾ ഇനി ദേശീയ തലത്തിലേക്ക് നമ്മളൊന്നുകൂടെ ഉയരണമെന്നാണ്. BKF അതിൻ്റെ ഒരു അതിൻ്റെ ഒരു വാതിൽ തുറന്നത് എല്ലാ നിലക്കും അഭിനന്ദാർഹമാണ്. ഇനി ഹനഫി ഫക്കീഹന്മാർ എന്താക്കണോ, ഈ മജ്ലിസിൽ നിന്ന് ഇനി കടന്നു വരണം. അതിന് ഹനഫി മദ്ഹബ് നല്ലതുപോലെ പഠിക്കണം. അതിന് ഇത് കാരണമാകുകയും വേണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതിൻ്റെ തുടർച്ച ഒന്ന് പറഞ്ഞോട്ടെ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 20ാമത്തെ വയസ്സിലാണ് യഥാർത്ഥത്തിൽ ഫിഖ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അവർ ലുഗത്ത് പഠിച്ചു, ഹദീസ് പഠിച്ചു, ഇൽമുൽ കലാം പഠിച്ചു. ഫിഖ് പഠിക്കാൻ വേണ്ടി ഹമ്മാദ് ബിൻ അബി സുലൈമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കിലേക്ക് ഫിഖ് പഠിക്കാൻ പോയിട്ട് 10 കൊല്ലം പഠിച്ചു. ആദ്യം 10 കൊല്ലം പഠിച്ചു. ഈ ഫിഖ് പഠിച്ചിട്ട് അവർക്ക് തോന്നി അത്യാവശ്യം തികഞ്ഞു, ഇനി സ്വന്തമായിട്ടൊരു മജ്ലിസൊക്കെ ആകാം എന്ന് തോന്നിയിട്ട് അവർ സ്വന്തമായി ഒരു ദർസ് നടത്താൻ വേണ്ടിയിട്ട് പോകാൻ നേരത്ത് പെട്ടെന്ന് ഹമ്മാദ് ബിൻ അബി സുലൈമാൻ എന്നവർ ബസ്രക്കാരനാണ്. അവർക്ക് ബസ്രയിലേക്ക്
അടിയന്തരമായി പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ അവർ അബൂ ഹനീഫ ഇമാമിനെ ഏൽപ്പിച്ചിട്ട് പോയി. ഇവിടെ വരുന്ന ഫത്വ വിഷയങ്ങൾക്കൊക്കെ ഫത്വ നൽകണമെന്നും മസലകൾ ഹദീസുകളിൽ നിന്ന് തഹ്രീദ് ചെയ്ത് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അബൂ ഹനീഫ ഇമാമ് 2 മാസമാണ് ആ ഡ്യൂട്ടി ഏറ്റെടുത്തത്. ഹദീസുകളിൽ നിന്ന് മസലകൾ തഹ്രീജ് ചെയ്ത് കൊടുക്കുന്ന ഫത്വകളെല്ലാം എഴുതി വെച്ചു. 60 പുതിയ വിഷയങ്ങളാണ് ചോദ്യങ്ങളായി വന്നത്. ഉസ്താദവകൾ തിരിച്ചു വന്നപ്പോൾ ഈ മസലകൾ ഉസ്താദിനെ കാണിച്ചു കൊടുത്തു, എഴുതി വെച്ചത് കാണിച്ചു കൊടുത്തു. 40 മസലകളിൽ ഉസ്താദ് യോജിച്ചു, ഹമ്മാദ് എന്നവർ യോജിച്ചു, 40 ഫത്വ ഓക്കെ. 20 മസലകളോട് വിയോജിച്ചു. അബൂ ഹനീഫ ഇമാമ് അപ്പോൾ തീരുമാനിച്ചു, എൻ്റെ പഠനം നിർത്താനായിട്ടില്ല. വീണ്ടും 8 വർഷം അബൂ ഹനീഫ ഇമാമ് പഠിച്ചു. 8 വർഷം എന്ന് പറയുന്നത് ഹമ്മാദ് ബിൻ അബി സുലൈമാൻ എന്ന് പറയുന്ന താബിഈ പണ്ഡിതൻ വഫാത്താകുന്നത് വരെ 18 വർഷം ഉസ്താദിൻ്റെ കൂടെ ഇരുന്ന് ഇൽമു പഠിച്ചു. അബൂ ഹനീഫ ഇമാമിൻ്റെ ഉസ്താദുമാരുടെ എണ്ണം കേട്ടാൽ ഇവിടെ ബോധം കെട്ട് വീഴുമോയെന്ന് അറിയില്ല. 4000-ലധികം ഉസ്താദുമാരുണ്ട് എന്നാണ് ഒരു റിവായത്ത്, കൂടുതലാണ്ട് കുറയില്ല. വേറൊരു കിതാബിൽ കണ്ടത് താബിഈങ്ങളിൽ നിന്ന് 4000 ഉസ്താദുമാരാണ്. അപ്പോൾ പിന്നെ താബിഈങ്ങൾ അല്ലാത്തവരിൽ നിന്ന് ഉസ്താദുമാരുടെ എണ്ണം കണക്കാക്കാൻ കഴിയുമോ എന്നാണ് പറഞ്ഞുള്ളത്. അപ്പോൾ അത്രത്തോളം ആഴത്തിൽ ഫിഖ് പഠിച്ചു എന്നതാണ്. ഇത് ഹദീസുകളിൽ നിന്ന് ചില വഹാബികൾ, മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഹദീസുകളിൽ നിന്ന് സ്വന്തമായി അവർക്ക് തോന്നിയതുപോലെ വിഷയങ്ങൾക്ക് എന്തിനാണ് മദ്ഹബിൻ്റെ ആവശ്യം എന്താണ്, ഹദീസുകളിൽ നിന്ന് നേരിട്ട് മനസ്സിലായത് പറഞ്ഞു കൊടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കും. അവിടെ നമുക്ക് ശരിക്ക് ഒരു അബൂ ഹനീഫ ഇമാമ് ബസ്രയിലേക്ക് പോയി. അബൂ ഹനീഫ ഇമാമിൻ്റെ യാത്രകൾ മുഴുവൻ വൈജ്ഞാനിക യാത്രകളാണ്. ബസ്രയിലേക്ക് മാത്രമല്ല, ഹജ്ജിന് 54ഓളം ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഇമാം അബൂ ഹനീഫ എന്നവർ. 54 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ആ 54 ഹജ്ജും കേവലം ഒരു ഹജ്ജ് യാത്ര മാത്രമായിരുന്നില്ല, മറിച്ച് അത് വൈജ്ഞാനിക യാത്ര കൂടിയായിരുന്നു. ആദ്യത്തെ ഹജ്ജ് ഉപ്പാൻ്റെ കൂടെയാണ് പോയിട്ട് ചെയ്തത്. ഉപ്പാൻ്റെ കൂടെ പോയി ഹജ്ജ് ചെയ്യാൻ പോകുമ്പോഴാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആകുന്ന സ്വഹാബിയെ ഹറമിൽ വെച്ച് അവർ കാണുന്നത്. അങ്ങനെ ഒരുപാട് സഹാബികൾ അവർ കണ്ടിട്ടുണ്ട്. 7 എന്നും 10 എന്നും 17 എന്നും ഒക്കെ റിവായത്തുകളുണ്ട്. പറഞ്ഞു വരുന്നത്, ബസ്രയിൽ പോയപ്പോൾ അവിടെ അഅ്മശ് എന്ന് പറയുന്നൊരു ഹദീസ് പണ്ഡിതൻ, അവർ അബൂ ഹനീഫ ഇമാമിൻ്റെ ഉസ്താദാണ്, ഹദീസിൻ്റെ വിഷയത്തിൽ ഉസ്താദാണ് അഅ്മശ്, ഹദീസ് പണ്ഡിതനാണ്. അഅ്മശിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ ചോദ്യവുമായിട്ട് വന്നു. ചോദ്യം ഇതാണ്, ഹൈളുകാരിയായ സ്ത്രീക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമോ എന്നാ ചോദ്യം. അവിടെ കൂടിയ വലിയ ഹദീസ് പണ്ഡിതന്മാർ 1000ഉം 10000ഉം ഹദീസ് മനപ്പാടമുള്ള ഹദീസ് പണ്ഡിതന്മാർക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല. അബൂ ഹനീഫ ഇമാമിൻ്റെ ഉസ്താദിന് പോലും ഉത്തരം പറയാൻ കഴിയുന്നില്ല. അബൂ ഹനീഫ ഇമാമ് ചോദിച്ചു, എന്നാ ഞാൻ പറഞ്ഞോട്ടെ. അബൂ ഹനീഫ ഇമാം അതിന് മറുപടി പറയുന്നുണ്ട്. ആ സ്ത്രീയോട് പറഞ്ഞു, ഹൈലുകാരിയായ സ്ത്രീക്ക് മയ്യത്ത് കുളിപ്പിക്കാം. ഉത്തരം പറഞ്ഞു. ആ സ്ത്രീ പോയി. ഇവിടെ ഹദീസ് പണ്ഡിതന്മാരൊക്കെ വളഞ്ഞു. എങ്ങനെ പറഞ്ഞു, എന്താണ് തെളിവ്? അപ്പോൾ ഉസ്താദിനോട് ശിഷ്യൻ പറയുകയാണ്, അബൂ ഹനീഫ ഇമാമ്, നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചെന്ന ഹദീസ് തന്നെയാണ് അതിന് തെളിവ്. 6 റിവായത്ത് ആ ഇരുന്ന ഇരിപ്പിൽ അബൂ ഹനീഫ ഇമാമ് ഓതിക്കൊടുത്തു. 6 റിവായത്ത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ അവിടെ കുൻതു ഉറജ്ജിലു, ഒരു ഹദീസാണ്, ഞാൻ നബി തങ്ങൾക്ക് ചീർപ്പിക്കൊടുക്കാറുണ്ടായിരുന്നു. പള്ളിയിൽ ഇഅ്തികാഫിരിക്കാൻ ഒരു വാതിൽ, മദീനത്തെ പള്ളിയും ആയിഷ ബീബിയുടെ വീടും ഒരു വാതിലിൻ്റെ വ്യത്യാസമാണ്. അപ്പം പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്ന നബി തങ്ങൾക്ക് ആയിഷ ബീബി ചീർപ്പിക്കൊടുത്തു. ആയിഷ ബീബി പറയുന്നുണ്ട്, അനഹായിലത്തുൻ, ഞാൻ ഹൈലുകാരിയായിരുന്നു, ഞാൻ ചീർപ്പിക്കൊടുത്തു. ഏറ്റവും ഷറഫാക്കപ്പെട്ട മുത്തുനബി, ആ മുത്തുനബിയുടെ ഏറ്റവും ഷറഫാക്കപ്പെട്ട തല, ആ തല ചീർപ്പിക്കൊടുക്കാൻ, അതും പള്ളിയിലിരിക്കുന്ന സമയത്ത് ചീർപ്പിക്കൊടുക്കാൻ ഹൈലുകാരിയായ സ്ത്രീക്ക്
പറ്റുമെങ്കിൽ ഒരു മയ്യത്ത് കുളിപ്പിക്കുന്നതിനാണോ പ്രശ്നം? അത് ജായിസാണെന്ന്, അത് ബദീഹിയല്ലേ എന്ന് ഉസ്താദിനോട് അബൂ ഹനീഫ ഇമാം പറഞ്ഞപ്പോൾ ആമശ് എന്നവർ എണീറ്റു, കണ്ണിലൂടെ വെള്ളം വന്നു. വിചാരിച്ചതുപോലെയല്ല. അബൂ ഹനീഫ, അന്തുമുൽ അത്തിബ്ബാ, നിങ്ങളാണ് വൈദ്യന്മാർ, ഡോക്ടർമാർ നിങ്ങളാണ്. നഹ്നു സൈദലിയൂൻ, ഞങ്ങൾ കുറേ ലക്ഷക്കണക്കിന് ഹദീസ് ഞങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷേ നഹ്നു സൈദലിയൂൻ, ഞങ്ങൾ ഈ മരുന്നെടുത്തു കൊടുക്കുന്ന ഫാർമസിസ്റ്റുകൾ മാത്രമാണ് എന്ന് ആമശ് എന്നവർ അവിടെ പറയുന്നൊരു രംഗമുണ്ട്. അപ്പോൾ ഫിഖ്ഹിൽ ഹദീസിൽ നിന്ന് ഫിഖ് തഖ്രീജ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ സംഗതിയാണ്. അബൂ ഹനീഫ ഇമാമിനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ പലരും പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കലൊക്കെ കാണാം. അബൂ ഹനീഫ ഇമാം ഹദീസിനേക്കാൾ ഈ ഖിയാസിന് പ്രാധാന്യം കൊടുക്കുന്ന ആളാണെന്ന് പറയും. ഹദീസിനല്ല മൂപ്പർക്ക് പ്രാധാന്യം, പിന്നെന്താണ്, മൂപ്പർ ഖിയാസാക്കുക, യുക്തി അനുസരിച്ച് ഖിയാസാക്കുന്നയാളാണ് അബൂ ഹനീഫ ഇമാം എന്ന് ഒരു ശ്രുതി പൊതുവേ ഉള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ചോദ്യം ആദ്യമായി ചോദിക്കുന്നത് ഇമാം ബാക്കർ അവറുകളാണ്. ബാക്കർ അവറുകൾ, ഈ ഷിയാക്കൾ ബാക്കർ അവറുകളെ അവരുടെ ഷെയ്ഖാക്കിയിട്ടാണ്, ഇമാമായിട്ടാണ് എണ്ണുന്നത്. അവരുടെ 5ാമത്തെ ഷെയ്ഖ ഇമാമാണ് ബാക്കർ അവറുകൾ. അബൂ ഹനീഫ ഇമാമിൻ്റെ ഉസ്താദാണ് ബാക്കർ അവറുകൾ. അതുകൊണ്ട് എന്തല്ല, അബൂ ഹനീഫ ഇമാം ഷിയ ആണ് എന്ന് പറയാൻ ഈ തെളിവ് ഉപയോഗിച്ച ആളുകളുണ്ട്. ഷിയാക്കളുടെ ഇമാമായിട്ട് അവർ ഒന്നാമതായി എണ്ണുന്ന അലി റളിയല്ലാഹു അൻഹുവാണ്. ഷിയ വിശ്വാസം വിശ്വസിക്കുന്ന ആളല്ല അലി റളിയല്ലാഹു അൻഹു. ഇതുപോലെ തന്നെ ശേഷമുള്ള അഹ്ലു ബൈത്തുകൾ ആരും ഷിയ വിശ്വാസം വിശ്വസിക്കുന്ന ആളുകളെ അല്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, ആ ബാക്കർ അവറുകൾ അബൂ ഹനീഫ ഇമാമിനോട് കണ്ടപ്പോൾ ചോദിച്ചു, അല്ല നിങ്ങൾ ഖിയാസിന് എൻ്റെ വെല്ലിപ്പ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെക്കാൾ ഖിയാസിന് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് എന്നൊരു നിരൂപണം ഞാൻ കേട്ടിട്ടുണ്ട്, ശരിയാണോ എന്ന് ചോദിച്ചു. ഉസ്താദ് ശിഷ്യനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഉസ്താദ് പറഞ്ഞ ഒരു വാക്കുണ്ട്, അബൂ ഹനീഫ ഇമാം പറയാണ്, ഉസ്താദെ ഞാൻ അങ്ങനെ മഅദല്ലാന്ന് ആദ്യം പറഞ്ഞത്, ഞാൻ അങ്ങനത്തെ ആളല്ല. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. അബൂ ഹനീഫ ഇമാം ഒരു ചോദ്യം ചോദിച്ചു, ബാക്കർ അവറുകളെ, സ്ത്രീയാണോ ദുർബല, പുരുഷനാണോ ദുർബല എന്ന് ചോദിച്ചു. അബൂ ഹനീഫ ബാക്കർ എന്നവർ പറഞ്ഞു സ്ത്രീയാണ് ദുർബല. അബൂ ഹനീഫ ഇമാമുടെ അടുത്ത ചോദ്യം, അനന്തരാവകാശത്തിൽ കൂടുതൽ കൊടുക്കേണ്ടത് പുരുഷനാണോ സ്ത്രീക്കാണോ? ബാക്കർ അവറുകൾ പറഞ്ഞു പുരുഷനാണ്, സ്ത്രീയുടെ ഇരട്ടിയാണല്ലോ പുരുഷന് കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യം ഇമാമ് പറഞ്ഞു, ഞാനും നിങ്ങൾ പറഞ്ഞ അതേ നിലപാടുള്ള ആളാണ്, അങ്ങനെയാണ് ഞാൻ ഫത്വ കൊടുത്തിട്ടുള്ളത്. ഖിയാസിനാണ് പ്രാധാന്യം എങ്കിൽ ഞാൻ ചെയ്യേണ്ടത് എന്തായിരുന്നു? ഏറ്റവും ദുർബലയായ ആൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ സ്വത്ത് കൊടുക്കേണ്ടത്. ഞാനങ്ങനെ ഖിയാസ് അനുസരിച്ച് ചെയ്യുന്ന ആളല്ല. ഇത് യുക്തിപരമായിട്ടാണ് ഉസ്താദിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടി ചോദിച്ചു, ഉസ്താദെ നിസ്കാരത്തിനാണോ മഹത്വം കൂടുതൽ നോമ്പിനാണോ? ഉസ്താദ് പറഞ്ഞു, ബാക്കർ എന്നവർ പറഞ്ഞു നിസ്കാരത്തിനാണ്, ബദീഹിയായ കാര്യമല്ലേ. അപ്പോൾ അബൂ ഹനീഫ ഇമാം ചോദിച്ചു, ഹൈലുകാരിയായ സ്ത്രീ ഖളാ വീട്ടേണ്ടത് നോമ്പാണോ നിസ്കാരമാണോ? അപ്പോൾ ഉസ്താദ് പറഞ്ഞു നോമ്പാണ്. അപ്പോൾ അബൂ ഹനീഫ ഇമാം പറയാണ്, ഞാനും ആ പക്ഷക്കാരനാണ്. ഞാൻ ഖിയാസ് അനുസരിച്ചാണ് ഹുക്മ് കൊടുക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ പറയേണ്ടത് എന്തായിരുന്നു? ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ഖളാ വീട്ടുന്നത്, നോമ്പ്. അപ്പോൾ പിന്നെ നിസ്കാരത്തേക്കാൾ പ്രാധാന്യം നോമ്പിനാണ് എന്ന് കൊടുക്കണം. പക്ഷെ ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്രത്തോളം കരുതലോട് കൂടിയിട്ട് വളരെ ബുദ്ധിപരമായിട്ട് അഹ്ലു റഈ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അത്രത്തോളം ബുദ്ധിപരമായിട്ടാണ് ഫിഖ് കഴിഞ്ഞാൽ, നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ അബൂ ഹനീഫ ഇമാമാണ് ഫിഖ് യഥാർത്ഥത്തിൽ. ഷാഫി ഇമാം പറഞ്ഞല്ലോ, അന്നാസ് അൽ ഫുഖഹാ കുല്ലുഹും ബഅദ അബീ ഹനീഫ അയാലുൽ ലഹു. അബൂ ഹനീഫ ഇമാമിന് ശേഷമുള്ള ഈ മുഴുവൻ ഫുഖഹാക്കളും അബൂ ഹനീഫ ഇമാമിൻ്റെ ഓട് കടപ്പെട്ടവരാണ് ഫിഖിൻ്റെ വിഷയത്തിൽ എന്നുള്ളത്. ഹനഫി മദ്ഹബുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അതിൻ്റെ ഹനഫി മദ്ഹബിലെ കിതാബുകൾ പരാമർശിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവർകൾ ആ വിഷയം ഉണർത്തുമായിരിക്കും. നമ്മൾ ഒരു മദ്ഹബ് കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ വളരെ പ്രധാനമാണ് ഖവായിദുൽ ഫിഖ്ഹിയ അൽ കുല്ലിയ. ഫിഖ്ഹിലെ പൊതു തത്വങ്ങൾ അത് മനസ്സിലാക്കണം.
അത് മനസ്സിലാക്കാതെ കിതാബുകളെ സമീപിച്ചാൽ ഒരുപാട് അവ്യക്തതകളും വിഷയങ്ങൾ ഗ്രഹിക്കാതാവുകയും ചെയ്യും. അതിലിപ്പോൾ ഷാഫി മദ്ഹബിൽ ധാരാളം കിതാബുകളുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ അശ്ബാഹു വന്നളായിർ, ഇമാം സുബ്കി റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ അശ്ബാഹു വന്നളായിർ, അങ്ങനെ പല കിതാബുകളുണ്ട്. ഹനഫി മദ്ഹബിൽ ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു നുജൈം റഹിമഹുള്ളയുടെ അൽ അശ്ബാഹു വന്നളായിർ കാണാം. ഹനഫി മദ്ഹബിലെയും വലിയ പ്രധാന തത്വങ്ങളൊക്കെ ഷാഫി മദ്ഹബിലുള്ള കായിദകളോട് പൊതുവെ യോജിക്കുന്നുണ്ട്. അപ്പോൾ കായിദകളിലൂടെയാണ് ഒരർത്ഥത്തിന് മസ്അലകൾ വരുന്നത്. കായിദകൾ ഒരു മുജ്തഹിദിൻ്റെ കരങ്ങളിലൂടെയും മറ്റു രൂപപ്പെട്ട് വരുന്നതാണ്. അൽ-ളറൂറാത്ത് തുബീഹുൽ മഹ്ളൂറാത്ത് പോലുള്ള കായിദകൾ അത് മനസ്സിലാക്കി വെക്കൽ വളരെ അനിവാര്യതയുള്ള ഒരു സംഗതിയാണ് ഫിഖ്ഹുമായി സമീപിക്കുന്ന ആൾക്ക്. ഈ വിഷയത്തിൽ ഇബ്നു നുജൈം തങ്ങളുടെ കിതാബ് ഹനഫി മദ്ഹബിൽ അവലംബയോഗ്യമാണ്. അതേസമയം കായിദ നോക്കി മസ്അല പറയാൻ പാടില്ല. മസ്അല പഠിക്കുന്നവർക്ക് കായിദ ആവശ്യമുണ്ടെങ്കിലും പൊതുവെ കായിദ എടുത്തുകൊണ്ട് മസ്അല ഉണ്ടാക്കാൻ പാടില്ല. ഇബ്നു നുജൈം റഹിമഹുല്ലാ പറയുന്നുണ്ട്, ലാ യഹില്ലുൽ ഇഫ്താഉ മിനൽ ഖവാഇദി വൽ ലവാബിത് വ ഇന്നമാ അലൽ മുഫ്തി ഹികായത്തുൻ നഖ്ലി സ്വരീഹി കമാ സറഹു ബിഹി. ഇമാമുകൾ ഉദ്ധരിച്ചത് അപ്പടി പറയുക എന്നല്ലാതെ കായിദ നോക്കി മസ്അല പറയാൻ പാടില്ല. അതേപോലെ തന്നെ ഹനഫി മദ്ഹബ് സമീപിക്കുമ്പോൾ അവരുടെ ഇസ്തിലാഹുകൾ, സാങ്കേതിക പ്രയോഗങ്ങൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഷാഫി മദ്ഹബ് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കറിയാം, കമാ കാലു അല്ലെങ്കിൽ കമാ കാലഹു ബഅലുഹും അല്ലെങ്കിൽ അലാമാ കാലഹു എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക അർത്ഥമുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഫത്ഹുൽ മുഈനും തുഹ്ഫയും മറ്റൊക്കെ മനസ്സിലാക്കാറുള്ളത്, അല്ലെങ്കിൽ മസ്അല പാളിപ്പോകും. എന്നതുപോലെ ഹനഫി മദ്ഹബിലും ചില ഇസ്തിലാഹുകളുണ്ട്, ആ വിഷയത്തിൽ ഗ്രന്ഥങ്ങളുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ശേഷം സംസാരം വരുന്നുണ്ട്. ഇപ്പോൾ ഹനഫി മദ്ഹബിൽ ഒരു വിഷയം പ്രബലപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സീഗയാണ് സ്വഹീഹ് എന്ന് പറഞ്ഞാൽ, അല സ്വഹീഹ് എന്ന് പറഞ്ഞാൽ പ്രബലമായിരിക്കും. അതേപോലെ അസഹ്, അൽ ഔല, അൽ അർഫഖ്, അൽ അൽഹർ, അൽ അഷ്ബഹ്, അൽ ഔജഹ്, അൽ മുഖ്താർ, വബിഹി യുഫ്ത വഅലൈഹിൽ ഫത്വ വൽ ഫത്വ അലൈഹി, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ പ്രബലപ്പെടുത്താൻ വേണ്ടി വരുന്ന സീഗകളാണ്, പ്രയോഗങ്ങളാണ്. അതേസമയം ഇതിൽ തന്നെ ചിലതിന് മറ്റു ചിലതിനേക്കാൾ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഫത്വ എന്ന പദങ്ങൾ ഉപയോഗിച്ച് വരുന്നതിന് അസഹ് എന്നോ അതല്ലെങ്കിൽ സ്വഹീഹ് എന്നോ അഷ്ബഹ് എന്നോ മറ്റോ അർഫഖ് എന്നൊക്കെ പറയുന്നതിനേക്കാൾ പ്രസക്തിയുണ്ട്. ഇനി ഒരു ഇമാമ് തന്നെ ഒരു വിഷയത്തിൽ, രണ്ട് ഇമാമുകൾ, ഒരാൾ ഫത്വ എന്ന് പറഞ്ഞു, വൽ ഫത്വ അലൈഹി എന്നൊക്കെ പറഞ്ഞു. മറ്റൊരു ഇമാം വബിഹി യുഫ്ത വഅലൈഹിൽ ഫത്വ എന്ന ഒരു ഹസ്റിൻ്റെ ശൈലിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വബിഹി യുഫ്ത എന്നത് അൽ ഫത്വ അലൈഹി എന്ന് പറയുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ അലാമാ കാലു, പല ഇമാമുകളും പറഞ്ഞതുപോലെ നമ്മുടെ ഷാഫി മദ്ഹബിൽ അത് തബരിൻ്റെ സീഗയാണ്. അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, പക്ഷെ ഞാനത് ഏറ്റെടുക്കുന്നില്ല. ഇതേ സംഭവം ഹനഫി മദ്ഹബിലുണ്ട്. അലാമാ കാലു എന്നത് തബരിൻ്റെ സീഗയാണ്, തളഈഫിൻ്റെ സീഗയാണ്. അത് ലഈഫാണ് ആ പറഞ്ഞത് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഇമാമുകളൊക്കെ പറഞ്ഞ പോലെ ഞാൻ പറയുന്നു എന്നല്ല, അങ്ങനെ ചിലർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അതിനെ പ്രബലപ്പെടുത്തുന്നില്ല, ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നാണ് അതിൻ്റെ അർത്ഥം. അത് നമ്മൾ ഫത്വൽ മുഈനിലും മറ്റൊക്കെ നമ്മൾ സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ഇങ്ങനെ അവരുടെ ഹനഫി മദ്ഹബിൻ്റെ ഇസ്തിലാഹാത്തുകളും കൂടെ ആ കിതാബ് ഹനഫി മദ്ഹബ് പരിചയപ്പെടുമ്പോൾ അനിവാര്യമായും ഗ്രഹിക്കേണ്ടതുണ്ട്. സമയം വളരെ കുറവാണ്, പറഞ്ഞ് എവിടെ എത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പം എന്നിരുന്നാലും നേരത്തെ പറഞ്ഞ ഹനഫി മദ്ഹബിൻ്റെ ക്രോഡീകരണം ആരംഭിക്കുന്നത് നേരത്തെ പറഞ്ഞു ഹിജറ 120 ഹമ്മാദ് ബിൻ അബി സുലൈമാൻ റളിയല്ലാഹു അൻഹു വഫാത്തായതിന് ശേഷം ആ സ്ഥാനത്ത് ഫത്വ കൊടുക്കാനും മസ്അലകൾ തഖ്രീജ് ചെയ്തെടുക്കാനുമുള്ള ചുമതല അബൂ ഹനീഫ ഇമാമ ലഭിച്ചയിടം മുതൽക്കാണ്. അതിൻ്റെ മദ്ഹബ് രൂപപ്പെടുന്ന കാലഘട്ടം ഹിജറ 120 to 204 അതാ കാലം. ഹിജറ 120 മുതൽക്ക് 204 വരെയുള്ള കാലഘട്ടം. അബൂ ഹനീഫ ഇമാമിൻ്റെ 40ാമത്തെ വയസ്സ് മുതൽക്ക് ആണ് മദ്ഹബ് ക്രോഡീകരണം ആരംഭിക്കുന്നത്. മദ്ഹബ് ക്രോഡീകരിക്കുന്നത് അതിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് അബൂ ഹനീഫ ഇമാമിൻ്റെ ദർസിലുള്ള ഹൽക്കയിലുള്ള മുത്തഅല്ലിമുകൾ, ശിഷ്യന്മാരായ വലിയൊരു സംഘം, അതിൽ 10ഓളം വരുന്ന അംഗങ്ങൾ ആണ് ക്രോഡീകരണത്തിൽ ഡയറക്റ്റ് ഇടപെട്ടിട്ടുള്ളത്.
മണിക്കൂറുകൾ നീളുന്ന ചർച്ചയിൽ അബൂ ഹനീഫ ഇമാം അവറുകൾ മസല ഇടുന്നു. ആ മസലക്ക് ഖണ്ഡനം വരുന്നു, ചോദ്യങ്ങൾ വരുന്നു, ഉപചോദ്യങ്ങൾ വരുന്നു, മറുപടി പറയുന്നു, എതിർക്കുന്നു. ഇങ്ങനെ വാദപ്രതിവാദങ്ങളും സംവാദങ്ങളും ഒക്കെ നടന്ന് ഒരു ദിവസവും 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു മസല അവർ തഴീനാക്കുന്നത്. അത് ഇമാം അവറുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ ഖിലാഫ് ഉണ്ടാവില്ല. ഇമാം അവറുകൾ പറയും, ഇന്ന മസല ഇന്ന ബാബിലാണ് എഴുതേണ്ടത്. ആ ബാബുകളടക്കം യഥാർത്ഥത്തിൽ വരുന്നത്, ഫന്നുകൾ വരുന്നത് അബൂ ഹനീഫ ഇമാമാണ് ആദ്യമായിട്ടത് ക്രോഡീകരിക്കുന്നത്. അങ്ങനെ അബൂ ഹനീഫ ഇമാം അവറുകളുടെ പ്രധാനപ്പെട്ട 4 ശിഷ്യന്മാരെ നമ്മൾ എപ്പോഴും ഓർത്തു വെക്കണം. ഒന്ന് അബൂ യൂസുഫ് എന്നവരാണ്. അബൂ യൂസുഫ് എന്നവർ, അവരുടെ പേര് യാക്കൂബാണെങ്കിലും അവരറിയപ്പെടുന്നത് അബൂ യൂസുഫ് എന്ന പേരിലാണ്. പ്രധാനപ്പെട്ട ശിഷ്യനാണ്. രണ്ടാമത് പ്രധാനപ്പെട്ടൊരു ശിഷ്യൻ മുഹമ്മദ് എന്നവരാണ്. മുഹമ്മദ് ബിൻ ഹസൻ ഷെയ്ബാനി എന്നവർ, അവർ രണ്ടാമത്തെ ശിഷ്യനാണ്. സ്ഥാനത്തിൽ രണ്ടാമത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. യൂസുഫ് എന്നവരുടെയും മുമ്പത്തെ ശിഷ്യനാണ് സുഫർ എന്നവർ. അവരും അബൂ ഹനീഫ ഇമാം വഫാത്ത് വരെ കൂടിയവർ തന്നെയാണ്. നാലാമത്തൊരു ശിഷ്യനാണ് ഹസൻ ബിൻ സിയാദ് എന്നവർ, റളിയല്ലാഹു അൻഹും വനഫഅനാ ബിഉലൂമിഹിം ആമീൻ. ഈ 4 അസ്ഹാബാണ് ഏറ്റവും പ്രധാനപ്പെട്ട അസ്ഹാബ്. ആ അസ്ഹാബിൻ്റെ ഏറ്റവും അവസാനത്തെ ഹസൻ ബിൻ സിയാദ്, അവർ ഹിജറ 204 വഫാത്താകുന്നത്. ഷാഫി ഇമാം ജനിക്കുന്ന ആ ഒരു വർഷം, അപ്പോഴാണ് അവർ വഫാത്താകുന്നത്. അവർ 19 വയസ്സ് വരെ മാത്രമേ ഇമാമിനോട് സഹവസിച്ചിട്ടുള്ളൂ. എങ്കിലും ശേഷം സുഫർ എന്നവരുടെ അടുക്കൽ നിന്നും അബൂ യൂസുഫ് എന്നവരുടെ അടുക്കൽ നിന്നും കൂടുതൽ ഫിഖ് പഠിച്ച് അവരും ഈ ക്രോഡീകരണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരാണ് യഥാർത്ഥത്തിൽ മദ്ഹബ് ക്രോഡീകരിക്കുന്നത്. ഇത് മദ്ഹബ് രൂപപ്പെടുന്ന 1-ാം ഘട്ടമാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് തീർക്കുകയാണ്. ഹിജറ 204 മുതൽ, അഥവാ നേരത്തെ പറഞ്ഞ ഹസൻ ബിൻ സിയാദ് എന്ന അബൂ ഹനീഫ ഇമാമിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാൾ, അവർ വഫാത്തായതിനു ശേഷം മുതൽക്ക് ഇമാം ഹാഫിദ് നസഫി എന്നവരുടെ വഫാത്ത് വരെ, ഹിജറ 710 വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് മദ്ഹബിൻ്റെ വളർച്ച ഉണ്ടാകുന്നത്. ആ കാലഘട്ടത്തിലാണ് കിതാബുകളൊക്കെ രചിക്കപ്പെടുന്നത്. അതിനു മുമ്പ് രചനയ്ക്ക് പ്രാധാന്യം ഇല്ലായിരുന്നു. അബൂ ഹനീഫ ഇമാം അൽ ഫിഖുൽ അക്ബർ എന്ന ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്, എങ്കിലും അതിൻ്റെ രചനയിൽ നേരിട്ട് പങ്കുവച്ചിട്ടില്ല എന്നാണ് പ്രബലമായ അഭിപ്രായം. ശിഷ്യന്മാർ, അബൂ ഹനീഫ ഇമാം പറഞ്ഞു, ശിഷ്യന്മാർ എഴുതി കൊടുത്തു എന്ന നിലക്കുള്ള രചനയാണ്. നേരിട്ട് രചന ആദ്യത്തിൽ ഹനഫി മദ്ഹബിൽ രചന നടത്തുന്നത് അബൂ യൂസുഫ് എന്നവരാണ്. അപ്പോൾ രചന കൂടുതൽ ഉണ്ടാവുന്നത് ഈ ഹിജറ 204-ൻ്റെയും 710-ൻ്റെയും ഇടയിലുള്ള കാലത്തിലാണ്. കുറച്ച് കിതാബുകൾ ഞാൻ പറയാം. ഹനഫി മദ്ഹബിൽ പ്രധാനമായും രചനകളെ 2 തരമായിട്ട്, ആദ്യകാല രചനകളെ 2 തരമായിട്ട് വിഭജിക്കാറുണ്ട്. ഒന്ന് ലവാഹിർ എന്നാണ് പറയുക. ലാഹിറു റിവായത്ത് എന്നും പറയും, അല്ലെങ്കിൽ ലവാഹിർ എന്നും പറയും. അത് ഒരു തരമാണ്. ഈ ലവാഹിർ എന്ന് പറയുന്നത് ഹനഫി മദ്ഹബിൽ ഏറ്റവും പ്രാധാന്യം ലവാഹിറുകൾക്കാണ്. നമ്മുടെയൊക്കെ ഹദീസിൻ്റെ രംഗത്ത് ബുഖാരി, മുസ്ലിം ഇതിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടോ ആ പ്രാധാന്യം ഹനഫി മദ്ഹബിൽ ഈ ലവാഹിറുകൾക്കുണ്ട്. ആ ലവാഹിർ എന്ന് പറഞ്ഞാൽ ഇമാം മുഹമ്മദ് ബിൻ ഹസൻ ഷെയ്ബാനി എന്നവർ രചിച്ചിട്ടുള്ള അവരുടെ ജാമിഉ സഗീർ, ജാമിഉൽ കബീർ, സിയറുൽ കബീർ, സിയറു സഗീർ, അതുപോലെ സിയാദാത്ത്, അതുപോലെ ഇങ്ങനെ 6 ഗ്രന്ഥങ്ങൾ. ഈ 6 ഗ്രന്ഥങ്ങളിൽ അബൂ ഹനീഫ ഇമാമിൽ നിന്ന് റിവായത്ത് ചെയ്ത റിവായത്തുകൾ, ആ റിവായത്തുകൾക്കാണ് യഥാർത്ഥത്തിൽ ലാഹിർ റിവായത്ത് എന്ന് പറയുന്നത്. ഹനഫി മദ്ഹബിൽ ഒരു വിഷയം ലാഹിർ റിവായത്തുണ്ടെങ്കിൽ പിന്നെ വേറെ ഏത് മസല അതിനെതിരിൽ വന്നാലും സ്വീകരിക്കാൻ പറ്റില്ല. ലാഹിർ റിവായത്തിനാണ് സ്വീകരിക്കേണ്ടത്. ലാഹിർ റിവായത്തിൻ്റെ എതിരാണ് നവാദിർ എന്നാ പറയുക. അത് മേൽപ്പറയപ്പെട്ട 6 കിതാബുകൾ അല്ലാതെ, 6 കിതാബുകളിലൂടെ അല്ലാതെ വന്നിട്ടുള്ള അബൂ ഹനീഫ ഇമാമിൻ്റെ റിവായത്തുകളാണ് യഥാർത്ഥത്തിൽ നവാദിർ എന്ന് പറയുക.
ആ നവാദിറുകൾ ലാഹിറിനോട് എതിരാകുന്ന പക്ഷം നവാദിർ ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല. എതിരാവാത്ത വിഷയങ്ങളൊക്കെ സ്വീകരിക്കുകയും വേണം. അത് ഇതിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്, ഈ അവസാന ഹിജറ 204-300 ശേഷമാണ് കാര്യമായ രചനകൾ ഉണ്ടായിട്ടുള്ളത്. ആ രചനകളിൽ നമുക്ക് പലരും വിളിച്ചു ചോദിക്കാറുണ്ട്. ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ നമ്മുടെ ഉസ്താദുമാർ തന്നെ വിളിച്ചിട്ട് ഹനഫി മദ്ഹബിൽ നമുക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റിയ കിതാബ് അതാണ്. ഏറ്റവും കൂടുതൽ അറിയേണ്ടത് നമുക്ക് മുഅ്തമദായ കിതാബ് ഏതാണ് എന്നൊക്കെയാണ് പലരും ചോദിക്കാറുള്ളത്. അതിൽ നമുക്ക് പറയാവുന്നത്, ഒന്ന് അൽ മുത്തൂനുൽ അർബഅ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട 4 മത്നുകൾ. അതിലൊന്നാണ് മുഖ്തസറുൽ ഖുദൂരി എന്ന് പറയുന്നത്. മുഖ്തസറുൽ ഖുദൂരിക്ക് മുമ്പ് മുഖ്തസറുൽ തഹാവി ഇറങ്ങിയിട്ടുണ്ട്, ഇമാം തഹാവി അവറുകളുടെ. അതും മുഅ്തമദായ മത്നാണ്. മുഖ്തസറുൽ ഖുദൂരി വളരെ പ്രധാനപ്പെട്ട കിതാബാണ്. ആ കിതാബിൻ്റെ മഹത്വം മാത്രം ഇപ്പോൾ പറയുകയാണെങ്കിൽ ചുരുങ്ങിയത് 1 മണിക്കൂർ ചെറിയ രീതിയിലെങ്കിലും വേണ്ടി വരും. മുഖ്തസറുൽ ഖുദൂരി ചെറിയ കിതാബാണ്. ഇബാദാത്ത് മുതൽക്ക് ഫറായിദ് വരെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കിതാബാണ് ഹനഫി മദ്ഹബിൽ ഖുദൂരി. SOSൻ്റെ ബുക്ക് സ്റ്റാളിലുണ്ട്. യൂട്യൂബ് നമ്മുടെ ഗൂഗിളിനോട് സെർച്ച് ചെയ്താൽ മൂപ്പര് അതിൻ്റെ PDF തരും. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മുഅ്തമദായ കിതാബാണ് ഹനഫി മദ്ഹബിലെ മുഖ്തസറുൽ ഖുദൂരി എന്ന് പറയുന്നത്. ഇമാം അബുൽ ഹുസൈൻ ഖുദൂരി അവർകളാണ് അത് രചിച്ചത്. ആ കിതാബിൻ്റെ വലുപ്പം പറയുകയാണെങ്കിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ആ കിതാബിന് ഒരുപാട് ഷർഹുകളുണ്ട്. 36ഓളം ഷർഹുണ്ട് എന്നാണ് പ്രബലമായ അഭിപ്രായം. അൽ ലുബാബ് അതിൻ്റെ ഒരു ഷർഹാണ്. അൽ ലുബാബ് ഫി ഷറഹിൽ കിതാബ് എന്ന ആ കിതാബിൻ്റെ പേര്. അപ്പോൾ ഖുദൂരിയുടെ സ്ഥാനം അൽ കിതാബ് എന്നാ. ഹനഫി പണ്ഡിത ലോകത്ത് ഖുദൂരിയുടെ സ്ഥാനം അൽ കിതാബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ കിതാബിൽ വളരെ പ്രധാനപ്പെട്ട മത്നാണ്. ആ ഖുദൂരിയിൽ നിന്ന് ഇഖ്തിസാർ ചെയ്തെടുത്തിട്ടാണ് പിൽക്കാലത്തുണ്ടായ ഒരുപാട് രചനകൾ ഉണ്ടായിട്ടുള്ളത്. ഈ മുഖ്തസറാത്തുകൾക്കൊക്കെ പിന്നീട് ഷർഹുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഷർഹുകളിൽ ഒന്നാണ് ഹിദായ എന്ന് പറയുന്നത്. ഹിദായ ഉണ്ടാക്കുന്നത് ബിദായത്തുൽ മുബ്തദി എന്നാണ്. ബിദായത്തുൽ മുബ്തദി ഇമാം മുർഗീനാനി തങ്ങളുടെ കിതാബാണ് ബിദായത്തുൽ മുബ്തദി. ബിദായത്തുൽ മുബ്തദി രചിക്കുന്നത് തന്നെ അതിന് പ്രചോദനമാകുന്നത് യഥാർത്ഥത്തിൽ മുഖ്തസറുൽ ഖുദൂരിയാണ്. ഖുദൂരിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മുഹമ്മദ് ഹസൻ ഷൈബാനി തങ്ങളുടെ ജാമി സഗീറും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ബിദായത്തുൽ മുബ്തദി രചിക്കുന്നത്. ആ ബിദായത്തുൽ മുബ്തദിയിൽ നിന്നാണ് ഹിദായ ഉണ്ടാകുന്നത്. ഹിദായ രചിക്കുന്നതും ബിദായത്തുൽ മുബ്തദിയും രണ്ടും ഇമാം മുർഗീനാനി തങ്ങൾ തന്നെയാണ്. ആ ഹിദായക്ക് ധാരാളം ഷർഹുണ്ട്, 100-ലേറെ ഷർഹുകളുണ്ട്. അൽ ബിനായ അതിൻ്റെ ഒരു ഷർഹാണ്, 6-7 വാള്യങ്ങളുണ്ട്. അൽ ഇനായ അതിൻ്റെ വേറൊരു ഷർഹാണ്. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് ഉള്ള ഹനഫി മദ്ഹബിൻ്റെ വലിയൊരു പണ്ഡിതൻ മഹാനായ അബ്ദുൽ ഹയ്യിൽ ലക്നബി റളിയല്ലാഹു അൻഹു അവരും ഈ ഹിദായക്ക് ഷർഹ് എഴുതിയിട്ടുണ്ട്. ഹിദായയിൽ ഒരു മസല പറഞ്ഞാൽ അത് ഹനഫി മദ്ഹബിൽ മുഅ്തമദായ മസല തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ വേറെയും ഒരുപാട് കിതാബുകൾ പരിചയപ്പെടുത്താനുണ്ട്. സമയം കഴിഞ്ഞു എന്നാണ് സമയം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കിതാബാണ് നമുക്കൊക്കെ നോക്കാൻ കഴിയുന്നൊരു കിതാബാണ് റദ്ദുൽ മുഹ്താർ. നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പ്ലേ സ്റ്റോറിൽ അതിൻ്റെ ആപ്പ് തന്നെ ഉണ്ട്. റദ്ദുൽ മുഹ്താർ എന്ന് പറഞ്ഞിട്ട് അറബിയിൽ ടൈപ്പ് ചെയ്താൽ ആപ്പ് തന്നെ കിട്ടും. 6 വാള്യുണ്ട് റദ്ദുൽ മുഹ്താർ. ചില നുസ്ഖ 4 വാള്യുള്ളതും ഉണ്ട്. റദ്ദുൽ മുഹ്താർ യഥാർത്ഥത്തിൽ അത് ദുറുൽ മുഖ്താറിൻ്റെ ഷർഹാണ് റദ്ദുൽ മുഹ്താർ. ദുറുൽ മുഖ്താർ. ഈ ദുറുൽ മുഖ്താർ രചിക്കപ്പെടുന്നത് തൻവീറുൽ അബ്സാറിൽ നിന്ന് ഇഖ്തിസാർ ചെയ്തിട്ടാണ് ഇത് രചിക്കുന്നത്. യഥാർത്ഥത്തിൽ തൻവീറുൽ അബ്സാർ ഉണ്ടാകുന്നത് തന്നെ മുഖ്തസറുൽ ഖുദൂരി ഒന്ന് ഉഷാറാക്കണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ കിതാബാണ്. അപ്പോഴും വീണ്ടും വരുന്നത് നമ്മൾ മുഖ്തസറുൽ ഖുദൂരിയിലേക്കാണ് അത് വരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാൻ പറ്റിയ ഫുറൂഇയായ മസലകൾ വിശദമായി നമ്മുടെയൊക്കെ മുത്തഅല്ലിമീങ്ങളുടെ ദാഹം തീരുന്ന വിധത്തിൽ പരാമർശിക്കുന്ന ഒരു ഹനഫി മദ്ഹബിൻ്റെ കിതാബാണ് റദ്ദുൽ മുഹ്താർ എന്ന് പറയുന്ന കിതാബ്. ഇമാം ഇബ്നുൽ ആബിദീൻ റഹ്മത്തുള്ളാഹി അലൈഹിയാണ് അത് രചിച്ചിട്ടുള്ളത്. ദർസുകളിലൊക്കെ പഠിപ്പിക്കുന്ന മറ്റൊരു കിതാബുണ്ട്, അത് നൂറുൽ ഇലാഹാണ്. അതൊക്കെ നമ്മൾ വാങ്ങി
നമ്മുടെ SOSൻ്റെ ബുക്ക് സ്റ്റാളിലൊക്കെ ഉണ്ട്, ഈ കിതാബുകളൊക്കെ ഉണ്ട്. ഹനഫി മദ്ഹബിൻ്റെ കിതാബുകൾ ധാരാളം ലഭ്യമാണ് അവിടെ. നൂറുൽ ഇലാഹ് ഇബാദാത്ത് മാത്രമാണ് അതിലുണ്ടാവുക. നൂറുൽ ഇലാഹ് വളരെ മുഅ്തമദാണ്, ലഈഫായ മസലകൾ അതിലില്ല. ഹിജറ 1000-ന് ശേഷം ഇറങ്ങിയ രചിക്കപ്പെട്ട കിതാബുകളാണ് ഈ നൂറുൽ ഇലാഹും നേരത്തെ പറഞ്ഞ റദ്ദുൽ മുഹ്താറൊക്കെ ഹിജറ 1000-ന് ശേഷം രചിക്കപ്പെട്ട കിതാബുകളാണ്. നൂറുൽ ഇലാഹിൻ്റെ ഒരു ഷറഹാണ് മറാക്കിൽ ഫലാഹ്. അത് അതും സെർച്ച് ചെയ്താൽ കിട്ടും. അതിൻ്റെ PDF ഒക്കെ ഉണ്ട്. മറാക്കിൽ ഫലാഹ് ഇതിൻ്റെ ഷറഹ. മറാക്കിൽ ഫലാഹ് രചിക്കുന്നത് നൂറുൽ ഇലാഹിൻ്റെ മുസന്നിഫ് ഇമാം അബുൽ ഹസൻ ഷറംബുലാലി റഹ്മത്തുള്ളാഹി അലൈഹി. ഈ ഷുറുംബുലാലി എന്നും റിവായത്തുണ്ട്, ഷറംബുലാലി എന്നുമുണ്ട്. ഇമാം ഷുറുംബുലാലി തങ്ങൾ മിസ്റുകാരനാണ്, അൽ-അസ്ഹറിലാണ് പഠിച്ചത്. അൽ-അസ്ഹറിൽ തന്നെ ദർസ് നടത്തി ഫത്വ കൊടുക്കാൻ ഭാഗ്യം ലഭിച്ച ആളാണ് ഇമാം ഷുറുംബുലാലി. അവരാണ് നൂറുൽ ഇലാഹ് രചിക്കുന്നത്. അത് വിശദീകരണം പോരാ, അത് ഒന്നുകൂടി വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയപ്പോഴാണ് അവർ മറാക്കിൽ ഫലാഹ് രചിക്കുന്നത്. അതും ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അവർ ഒന്നുകൂടി വിശദീകരിച്ചത്. വലിയ കിതാബ് ഇംദാദുൽ ഫത്താഹ്, അത് മൂപ്പരനെ എഴുതിയ ഇമാം ഷുറുംബുലാലി തങ്ങൾ തന്നെയാണ് നൂറുൽ ഇലാഹിന് ഇംദാദുൽ ഫത്താഹ് എന്ന് പറയുന്ന ഷറഹ് എഴുതിയിട്ടുള്ളത്. നൂറുൽ ഇലാഹിൻ്റെ വേറൊരു ഷറഹാണ് ഇമാം തഹ്താവി അവരുടെ ഹാഷിയത്തു തഹ്താവി. അപ്പോൾ ഇങ്ങനെ ധാരാളം കിതാബുകൾ പരിചയപ്പെടുത്തിയിട്ട് എവിടെ ആയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് അതിന് മാത്രം 100-200 പേജുകൾ 300 പേജുകളൊക്കെ ഉള്ള വലിയ കിതാബുകൾ തന്നെ ഇതൊക്കെ പരിചയപ്പെടുത്തുന്ന കിതാബുകൾ ഉണ്ട്. പറഞ്ഞു വരുന്നത് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫിഖ്ഹ് അത്രത്തോളം വളരെ സമഗ്രമായിട്ട് തന്നെ അപഗ്രഥിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ നമുക്കിവിടെ ലഭ്യമാണ്. അതൊക്കെ നമ്മൾ കൂടുതൽ പഠിക്കാനും സെർച്ച് ചെയ്യാനും അതിൽ നല്ലതുപോലെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഹനഫി മദ്ഹബാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഹനഫി മദ്ഹബരായ ആളുകൾക്ക് അത് മസ്അല പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഹനഫി മദ്ഹബും ഷാഫി മദ്ഹബും രണ്ടും കൂടി ചേർന്ന് ഹനഫി മദ്ഹബിൻ്റെ ഒളുവും ഷാഫി മദ്ഹബിൻ്റെ നിസ്കാരവും ഒക്കെ കൂടി തെൽഫീക്കാക്കിയിട്ടുള്ള നിസ്കാരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിസ്കാരം സ്വഹീഹാവാത്ത അവസ്ഥയിലേക്ക് പോകുമെന്ന് മാത്രമല്ല യുഖ്ഫ അലൈഹി സൂൽ ഖാത്തിമത്ത് എന്ന് വരെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. സൂൽ ഖാത്തിമത്ത് ഭയപ്പെടണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇത് നമുക്കൊരു വാതിൽ BKF തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിലൂടെ ചെന്ന് ഹനഫി മദ്ഹബ് കൂടുതൽ പഠിക്കാനും അതിൻ്റെ മസലകളൊക്കെ നല്ലപോലെ മനസ്സിലാക്കാനും ഉള്ള ഒരു യജ്ഞം നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. ഒറ്റ വാക്കിൽ ഹനഫി മദ്ഹബിൽ ലറൂറത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ലഈഫായ കൗലുകൾ എടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഹനഫി മദ്ഹബിൻ്റെ ഇസ്തിലാഹുകൾ പറയാൻ വേണ്ടി ധാരാളം ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം ഇബ്നുൽ ആബിദീൻ റഹിമഹുള്ളയുടെ റസ്മുൽ മുഫ്തി പോലെയുള്ള ഗ്രന്ഥങ്ങൾ. ഇൻഷാ അല്ലാഹ് അത്തരം ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് അവലംബിക്കാം. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.